ഓസിലേഷൻ എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ് ഇക്വേഷൻ x of t is equal to a cos omega t plus y ആണ്. വെലോസിറ്റി കണ്ടുപിടിക്കണമെങ്കിൽ നിങ്ങൾ ആ ഡിസ്പ്ലേസ്മെന്റിനെ ഒരു തവണ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ മതി. അപ്പം എന്താ d by dt of a cos omega t plus y. അവിടെ നിന്ന് നമുക്ക് കോൺസ്റ്റന്റ് ആയിട്ടുള്ളതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്തു? നമ്മൾ ആദ്യം a നെ പുറത്തെടുക്കുന്നു, ബാക്കി d by dt of എന്താ cos omega t plus y എന്ന് എഴുതുന്നു. നമുക്കറിയാം എന്താ v is equal to cos omega t യുടെ അത് മൈനസ് sin omega t. അപ്പൊ മൈനസ് sin omega t plus y എന്ന് എഴുതുന്നു. വീണ്ടും എന്താ ഒമേഗ ടിയുടെ ഭാഗത്ത് ഈ തീറ്റയുടെ ഭാഗത്ത് എന്താണ് വീണ്ടും ഒരു സ്ഥാനം ഉണ്ട്. അപ്പൊ അതിനെ എന്ത് ചെയ്യണം? വീണ്ടും ഡിഫറൻഷിയേറ്റ് ചെയ്യണം. d by dt of omega t plus y വീണ്ടും ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു. അങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ b is equal to negative a sin omega t plus y. ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഒമേഗ ടിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഒമേഗ, ഫൈനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 0. അപ്പൊ ഇൻറ്റു ഒമേഗ എന്ന് വരും. അങ്ങനെയാണെങ്കിൽ b is equal to negative a omega sin omega t plus y എന്ന്. ഓക്കെയാണോ? ഇനി നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ എന്ന് പറയുന്നത് 1 ആണ്. അവിടെ നമുക്ക് കോസ് അതായത് സൈൻ സ്ക്വയർ തീറ്റ ഈസ് ഈക്വൽ ടു 1 മൈനസ് കോസ് സ്ക്വയർ തീറ്റ എന്ന് എഴുതാം. അവിടെ നിന്ന് സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 1 മൈനസ് കോസ് സ്ക്വയർ തീറ്റ. അപ്പം ഇതിനെ ഞാൻ ആ രീതിയിലോട്ട് എഴുതാൻ പോവാണ്. ആ രീതിയിലോട്ട് എഴുതുമ്പോൾ എന്താ b ഈസ് ഈക്വൽ ടു നെഗറ്റീവ് a ഒമേഗ, സൈനിനെ നമുക്ക് എന്താക്കാം 1 മൈനസ് കോസ് സ്ക്വയർ എന്താണ് ഒമേഗ ടി പ്ലസ് എന്ന് എഴുതാം. എഴുതാം ശരിയല്ലേ? കാരണം തീറ്റയ്ക്ക് വരും എന്താണ് ഒമേഗ ടി പ്ലസ് 5 ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് b ഈസ് ഈക്വൽ ടു നെഗറ്റീവ് a. ഒരു കാര്യം കൂടെ ചെയ്യാം. ഈ a നെ റൂട്ടിനകത്തോട്ട് കയറ്റാം. a നെ രണ്ടുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ റൂട്ടിനകത്തോട്ട് കയറ്റുമ്പോൾ റൂട്ടിനകത്ത് a സ്ക്വയർ ആകുമ്പോഴാണ് റൂട്ട് പുറത്താകുമ്പോൾ a ആകുന്നത്. അപ്പൊ അകത്ത് കയറ്റുമ്പോൾ a സ്ക്വയർ തന്നെയാവും. അപ്പൊ നെഗറ്റീവ് ഒമേഗ റൂട്ട് ഓഫ് എന്താ a സ്ക്വയർ മൈനസ് a സ്ക്വയർ കോസ് സ്ക്വയർ ഒമേഗ ടി പ്ലസ് 5 എന്ന് വരും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ b ഈസ് ഈക്വൽ ടു നെഗറ്റീവ് ഒമേഗ സ്ക്വയർ റൂട്ട് ഓഫ് a സ്ക്വയർ മൈനസ് ഈ a കോസ് ഒമേഗ ടി പ്ലസ് 5 എന്ന് പറയുമ്പോൾ എന്താ ഡിസ്പ്ലേസ്മെന്റ് അല്ലേ, x അല്ലേ. അപ്പൊ നമുക്ക് അതിനെ x സ്ക്വയർ എന്ന് എഴുതാമല്ലോ. അങ്ങനെയാണെങ്കിൽ b ഈസ് ഈക്വൽ ടു നെഗറ്റീവ് ഒമേഗ റൂട്ട് ഓഫ് എന്താ സ്ക്വയർ മൈനസ്. നമുക്ക് v യുടെ മാക്സിമം കണ്ടീഷൻ കണ്ടുപിടിക്കണം. ഓസിലേറ്റ് ചെയ്യുമ്പോൾ എവിടെ വരുമ്പോഴാണ് v മാക്സിമം ആവുന്നത്? അതുകൊണ്ട് ഇവിടെ അതായത് ശരിക്കും നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് എടുക്കുന്ന ഡിസ്പ്ലേസ്മെന്റ് ആണ് x, ഇങ്ങോട്ടേക്കുള്ള ഡിസ്പ്ലേസ്മെന്റ് ആണ് x. മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് ആണ് ആംപ്ലിറ്റ്യൂഡ് എന്ന് വരുന്നത്. അപ്പൊ ഇവിടെ ആകുമ്പോൾ അവിടുത്തെ x എത്രയായിരിക്കും? x 0 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ v മാക്സിമം കണ്ടീഷൻ കൊടുക്കുമ്പോൾ x എന്തായിരിക്കും? x 0 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ v മാക്സ് ഈസ് ഈക്വൽ ടു എന്തെന്ന് വരും? നെഗറ്റീവ് ഒമേഗ റൂട്ട് ഓഫ് എന്താ a സ്ക്വയർ എന്ന് വരുന്നു. അവിടെ നിന്ന് v മാക്സ് ഈസ് ഈക്വൽ ടു നമുക്ക് എന്തെന്ന് എഴുതും? നെഗറ്റീവ് ഒമേഗ. ഓക്കെ ആണോ? ഓക്കെ ആണോ? എന്റെ കൂടെ തന്നെ എഴുതി പൊക്കോണേ, അല്ലെങ്കിൽ വെയിറ്റ് ചെയ്യാൻ സമയമില്ല. അതുകൊണ്ടാണ്. ദേവു ജ്യോതിഷ് ഓക്കെ ആണോ? ജ്യോതിഷേ ഓക്കെ ആണ് സർ. പെട്ടെന്ന് എനിക്ക് അടുത്തത് പറയാൻ പോകും. ഓക്കെ, അടുത്തത് നോക്കിക്കോളൂ. നിന്റെ നോട്ടിൽ അടുത്തത് എന്താ? ആക്സിലറേഷൻ ഓഫ് എസ് എച്ച് എം. ആക്സിലറേഷൻ ഓഫ് എസ് എച്ച് എം. ആക്സിലറേഷൻ ഓഫ് എസ് എച്ച് എം.
ആക്സിലറേഷൻ ഓഫ് എസ് എച്ച് എമ്മിനകത്ത് നമുക്ക് എന്താ പറയാനുള്ളത്? നമുക്ക് വിനെ വിത്ത് റെസ്പെക്ട് ടു ടൈം ഒരു പ്രാവശ്യം ഡിഫറൻഷിയേറ്റ് ചെയ്താൽ നമുക്ക് ആക്സിലറേഷൻ. അപ്പോൾ വി എടുക്കുന്നത് എന്താണെന്നറിയോ? വി ഏതാ എടുക്കുന്നത്? ഏറ്റവും അവസാനത്തെ അല്ല എടുക്കുന്നത്. പകരം നമ്മൾ ഇവിടെ ഇടയ്ക്ക് ഒരു വി കണ്ടുപിടിച്ച് വെച്ചിട്ടില്ലേ? അതിൻ്റെത് ഇതാ എടുക്കുന്നത്. ഓക്കെ, മൈനസ് എ ഒമേഗ സൈൻ ഒമേഗ ടി പ്ലസ് 5 ആണ് നമ്മൾ വി ഇക്വേഷൻ ആയിട്ട് എടുക്കുന്നത്. അപ്പോൾ ഡി ബൈ ഡി ടി ഓഫ് എന്താ? മൈനസ് എ ഒമേഗ സൈൻ ഒമേഗ ടി പ്ലസ് 5 ആയിരിക്കും ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. കൂടെ വേണം എഴുതി പൊക്കണം കേട്ടോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താണ് എ ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് പുറത്തിറക്കാൻ പറ്റും? എന്ത് പുറത്തിറക്കാം? മൈനസ് എ ഒമേഗ പുറത്തിറക്കി കഴിഞ്ഞാൽ ബാക്കി ഡി ബൈ ഡി ടി ഓഫ് എന്തെന്ന് വരും? സൈൻ ഒമേഗ ടി പ്ലസ് എന്തെന്ന് വരും? 5 എന്ന് വരും. ആണോ? അങ്ങനെയാണെങ്കിൽ ശ്രദ്ധിച്ചോണം, എഴുതുന്ന ഇടയ്ക്ക് ഇത് ശ്രദ്ധിക്കുകയും കൂടെ ചെയ്തോണം, അല്ലെങ്കിൽ എഴുത്ത് മാത്രമായി പോകും. നിങ്ങളുടെ നോട്ട് ചെയ്യേ നിങ്ങൾ അതാ അപ്പം നോക്കിയോ, അത് ശ്രദ്ധിച്ചും കൂടെ ഒരു 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 ശ്രദ്ധിച്ചിട്ട് എഴുതുക, എന്നിട്ട് എന്നാലേ വിടത്തുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ എഴുത്തതിനകത്ത് കോൺസെൻട്രേറ്റ് ചെയ്തു നിങ്ങൾ ശ്രദ്ധിക്കുക, എന്നിട്ട് ആ കൂടെ തന്നെ എഴുതി പോകും, കുഴപ്പമില്ല. അപ്പം എ ഈസ് ഈക്വൽ ടു നെഗറ്റീവ് എ ഒമേഗ ഡി ബൈ ഡി ടി ഓഫ് സൈൻ ഒമേഗ. നമുക്കറിയാം ഡി ബൈ ഡി ടി ഓഫ് സൈൻ ഒമേഗ ടി എന്താ? സൈൻ തീറ്റ എന്താ? ഡെറിവേറ്റീവ് ഓഫ് സൈൻ തീറ്റ കോസ് തീറ്റയാണ്. അപ്പൊ നമുക്ക് മൈനസ് എ ഒമേഗ കോസ് ഒമേഗ ടി പ്ലസ് 5 എന്ന് വരുന്നു. വീണ്ടും എന്ത് ചെയ്യണം? ഡി ബൈ ഡി ടി ഓഫ് എന്ത് ചെയ്യണം? ഒമേഗ ടി പ്ലസ് എന്ത് ചെയ്യണം? 5 ചെയ്യണം. ആണല്ലോ? അങ്ങനെയാണെങ്കിൽ എ ഈസ് ഈക്വൽ ടു നെഗറ്റീവ് എ ഒമേഗ കോസ് ഒമേഗ ടി പ്ലസ് 5 ഇൻറ്റു എന്തെന്ന് ചെയ്യണം? ഇൻറ്റു ഒമേഗ. അങ്ങനെയാണെങ്കിൽ എ ഈസ് ഈക്വൽ ടു നെഗറ്റീവ് എ ഒമേഗ സ്ക്വയർ കോസ് ഒമേഗ ടി പ്ലസ് 5 എന്ന് വരും. ഓക്കെ ആണോ? കഴിഞ്ഞില്ല. എ ഈസ് ഈക്വൽ ടു നമുക്ക് നെഗറ്റീവ് ഒമേഗ സ്ക്വയർ എ കോസ് ഒമേഗ ടി പ്ലസ് 5 എന്ന് എഴുതാം. ശരിയല്ലേ? അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ആണോ? എഴുതാം. എ കോസ് ഒമേഗ ടി എന്താ? ഡിസ്പ്ലേസ്മെന്റ് അല്ലേ, എക്സ് അല്ലേ? അപ്പൊ എ ഈസ് ഈക്വൽ ടു നെഗറ്റീവ് ഒമേഗ സ്ക്വയർ ഇൻറ്റു. ഇനി ആലോചിച്ചോണം, ആക്സിലറേഷൻ മാക്സിമം കണ്ടീഷൻ വരുന്നത് എവിടെയാണെന്നറിയോ? ആക്സിലറേഷൻ മാക്സിമം വരുന്നത് തന്നെ ഇവിടെ. ഓക്കെ, ആക്സിലറേഷൻ മാക്സിമം വരുന്നത് ഇവിടെ ആയതുകൊണ്ട് നമുക്ക് എക്സ് എന്തായിട്ട് മാറും? ആംപ്ലിറ്റ്യൂഡ് ആയിട്ട് മാറും. അങ്ങനെയാണെങ്കിൽ ആക്സിലറേഷൻ ഈസ് ഈക്വൽ ടു എ മാക്സ് ഈസ് ഈക്വൽ ടു നെഗറ്റീവ് ഒമേഗ സ്ക്വയർ ഇൻറ്റു എന്തെന്ന് വരും? ഇൻറ്റു എന്തെന്ന് വരും? ഓക്കെ ആണല്ലോ? അടുത്തത് എഴുതിയോ പ്രവീണ്? എഴുതി. ഇവിടെ എഴുതാനുള്ള എഴുതി. എഴുതിയോ? അടുത്തത് നമുക്ക് കൈനറ്റിക് എനർജി ഓഫ് എസ് എച്ച് എം. കൈനറ്റിക് എനർജി ഓഫ് എസ് എച്ച് എം. കൈനറ്റിക് എനർജി ഓഫ് എസ് എച്ച് എം കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്താ? കൈനറ്റിക് എനർജി ഈക്വൽ എന്താ? ഹാഫ് എം വി സ്ക്വയർ ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ കൈനറ്റിക് എനർജി ഈക്വൽ ഹാഫ് എം. വിയുടെ നമുക്കറിയാം, വിയുടെ എന്തായിരുന്നു? വിയുടെ നെഗറ്റീവ് എ ഒമേഗ സൈൻ ഒമേഗ ടി പ്ലസ് 5 ആയിരുന്നു, അല്ലയോ? ഓക്കെ, അതിന്റെ എന്തായിരുന്നു? അതിന്റെ എന്തെന്ന് വരും? അതിന്റെ സ്ക്വയർ വരും. കാരണം എന്താ? ബി സ്ക്വയർ ആണ്. അപ്പൊ കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു ഹാഫ് എം. ഇവിടെ എന്തെന്ന് വരും? ഇവിടെ ഇവിടെ എ മൈനസ് അങ്ങ് പോകും. എ സ്ക്വയർ ഒമേഗ സ്ക്വയർ സൈൻ സ്ക്വയർ ഒമേഗ ടി പ്ലസ് 5 എന്ന് വരും. ഓക്കെ, എം ഒമേഗ സ്ക്വയർ എന്ന് പറയുമ്പോൾ നമുക്ക് കെ എന്ന് കൊടുക്കാം കേട്ടോ. എം ഒമേഗ സ്ക്വയർ എന്ന് പറയുമ്പോൾ നമുക്ക് കെ എന്ന് കൊടുക്കാം. ഇവിടെ എം ഉണ്ട്, ഒമേഗ സ്ക്വയർ ഉണ്ട്. അപ്പൊ കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു ഹാഫ് കെ എ സ്ക്വയർ സൈൻ സ്ക്വയർ ഒമേഗ ടി പ്ലസ് 5. ഓക്കെ ആണോ? ഇതാണ് കൈനറ്റിക് എനർജി. അടുത്ത പറയട്ടെ. അടുത്തത് പൊട്ടൻഷ്യൽ എനർജി ഓഫ് എസ് എച്ച് എം. പൊട്ടൻഷ്യൽ എനർജി ഓഫ് എസ് എച്ച് എം.
പൊട്ടൻഷ്യൽ എനർജി ഓഫ് എസ് എച്ച് എം എന്ന് പറയുമ്പോൾ പൊട്ടൻഷ്യൽ എനർജി ഈസ് ഈക്വൽ ടു ഹാഫ് കെ എക്സ് സ്ക്വയർ ആണ്. അപ്പൊ നമുക്കറിയാം ഹാഫ് കെ ഇൻറ്റു എക്സ് എന്ന് പറയുമ്പോൾ എത്ര എ കോസ് ഒമേഗ ടി പ്ലസ് ഫൈന്റെ എന്താണ് സ്ക്വയർ ആണ് ആണല്ലോ. അത് ചെയ്യുമ്പോഴത്തേക്കും ഹാഫ് കെ എ സ്ക്വയർ കോസ് സ്ക്വയർ ഒമേഗ ടി പ്ലസ് ഫൈവ് എന്ന് വരും. ഇത്രയേ ഉള്ളൂ പൊട്ടൻഷ്യൽ എനർജി. ടോട്ടൽ എനർജി കണ്ടുപിടിക്കാൻ എന്താ വേണ്ടത്? കൈനറ്റിക് എനർജിനെയും പൊട്ടൻഷ്യൽ എനർജി എന്താ കൂട്ടുക ചെയ്യുന്നത്. അപ്പൊ എന്താ വരും ഇവിടെ ഹാഫ് കെ എ സ്ക്വയർ സൈൻ ഒമേഗ ടി പ്ലസ് ഫൈവ് പ്ലസ് ഹാഫ് കെ എ സ്ക്വയർ കോസ് സ്ക്വയർ ഒമേഗ ടി പ്ലസ് ഫൈവ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഹാഫ് കെ എ സ്ക്വയർ കോമൺ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ സ്ക്വയർ ഉണ്ട്. സൈൻ സ്ക്വയർ ഒമേഗ ടി പ്ലസ് ഫൈവ് എന്നും പ്ലസ് കോസ് സ്ക്വയർ ഒമേഗ ടി പ്ലസ് ഫൈവ് എന്നും വരുന്നു. സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ എന്താ 1 അല്ലേ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ടോട്ടൽ എനർജി ഇക്വേഷൻ എന്താ ഹാഫ് കെ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിനകത്ത് ഈ 3 ഡെറിവേഷൻ കഴിഞ്ഞു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് എന്താണെന്നറിയോ? ഇനി നമുക്ക് പഠിക്കാനുള്ളത് ടൈം പീരീഡ് ഓഫ് ഓസിലേഷൻ ഓഫ് സിംഗിൾ പെൻഡുലം. എസ് എച്ച് എമ്മിന്റെ എക്സാമ്പിൾ ആണ്. അതായത് ടൈം പീരീഡ് ഓഫ് ഓസിലേഷൻ ഓഫ് സിംഗിൾ പെൻഡുലം. ടൈം പീരീഡ് ഓഫ് ഓസിലേഷൻ ഓഫ് സിംഗിൾ പെൻഡുലം പറയുന്നിടത്ത് ഇവിടെ നോക്കിക്കോണം. ഇവിടെ ഒരു പടം വരയ്ക്കണം. ഈ പടം വരച്ചിട്ട് അതിന്റെ ഇതാണ് മെറ്റൽ ബോബ്. അപ്പൊ ആ മെറ്റൽ ബോബിന്റെ വെയിറ്റ് mg താഴോട്ട്, അതിന്റെ ലെങ്ത് L. അത് ഓസിലേറ്റ് ചെയ്യുമ്പോഴും ഇവിടെ ഉണ്ടാകുന്നത് കണ്ടോ, ഇങ്ങനെയാണ് ഉണ്ടാകുന്നത്. അപ്പൊ ഇതിന്റെ വെയിറ്റ് എങ്ങനെയാണ്? അപ്പൊ ഇതിന്റെ വെയിറ്റ് mg താഴോട്ട്. ശ്രദ്ധിക്കണം, ഇവിടെ പുറകെ പോയിരിക്കുക. ഇവിടെ നോക്കിയോ, ഇവര് മേക്ക് ചെയ്യുന്ന ആംഗിൾ എന്താ? തീറ്റ. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇങ്ങോട്ടേക്ക് ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് കൊടുക്കുന്നുണ്ടല്ലോ, ഇങ്ങോട്ടേക്ക് പോകുന്നത്. അപ്പൊ ഇവിടെ വന്ന് നിൽക്കുമ്പോൾ ഇതിൽ ഏത് ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്? ഇതിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ഇങ്ങോട്ടേക്കുള്ള റീസ്റ്റോറിംഗ് ഫോഴ്സ് അല്ലേ. ഈ വെയിറ്റ് ഞാൻ പറഞ്ഞു, വെയിറ്റ് ഇവിടെ നേരെയാണ് ആക്ട് ചെയ്യുന്നത്. ഇവിടെ ഇങ്ങനെ ആക്ട് ചെയ്യേണ്ടത്, ഇങ്ങനെ ആക്ട് ചെയ്യേണ്ടത്. അപ്പൊ വെയിറ്റ് ഇവിടെ എന്താ? വെക്ടർ ക്വാണ്ടിറ്റി ആണ്. വെക്ടർ ക്വാണ്ടിറ്റി സ്ലാൻഡിങ് രീതിയിലാണ് വരുന്നത്. അപ്പൊ എന്താ, അതിന് 2 കമ്പോണന്റ് ആയിട്ട് റിസോൾവ് ചെയ്യണം. ഇത് തീറ്റ ആണെങ്കിൽ നോക്കിയോ, ഇതൊരു കമ്പോണന്റ് ആണ്, അതേപോലെ ഇതും ഒരു കമ്പോണന്റ് ആണ്. ഓക്കെ, അപ്പം ഇത് തീറ്റ ആണെങ്കിൽ ഇത് രണ്ടും പാരലൽ ലൈൻസ് കൺസെപ്റ്റ് വെച്ചിട്ട് ഇതും കറസ്പോണ്ടിങ് ആംഗിൾ അല്ലേ. അങ്ങനെയാണെങ്കിൽ മറ്റേ മുകളിലത്തെ തീറ്റ ആണെങ്കിൽ ഇത് എന്തായിരിക്കും? ഇത് തീറ്റ അടുത്തുള്ള കമ്പോണന്റ് mgയുടെ കോസ് കമ്പോണന്റ്, mg കോസ് തീറ്റ അടുത്തുള്ള കമ്പോണന്റ് mgയുടെ സൈൻ കമ്പോണന്റ്, ഇത് mg സൈൻ തീറ്റ. ഓക്കെ ആണല്ലോ. ഡിസ്പ്ലേസ്മെന്റ് ഇവിടെ ഇങ്ങോട്ടേക്ക് ഡിസ്പ്ലേസ്മെന്റ് എക്സ് ഡിസ്പ്ലേസ്മെന്റ് ഉണ്ട്. ഓക്കെ, എക്സ് ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാക്കിയത് പെർപെൻഡിക്കുലർ ആയിട്ട് നമുക്ക് എടുക്കാം. അപ്പൊ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടത്തെ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് F ഈസ് ഈക്വൽ ടു നെഗറ്റീവ് mg സൈൻ തീറ്റ എന്ന് എടുക്കത്തില്ലയോ? ആദ്യത്തെ ഫോഴ്സ് കാരണം എന്താ?
അതായത് എക്സ്റ്റേണൽ ഫോഴ്സ് ഞാൻ ഇങ്ങോട്ട് കൊടുക്കുമ്പോൾ റീസ്റ്റോറിംഗ് ഫോഴ്സ് ഇങ്ങോട്ട് ആക്ട് ചെയ്യുന്നു. റീസ്റ്റോറിംഗ് ഫോഴ്സിന്റെ കമ്പോണന്റ്. അപ്പൊ ഇങ്ങനെ എടുക്കും. ഓക്കെ. അവിടെ നിന്ന് നമുക്ക് സൈൻ തീറ്റ കണ്ടുപിടിക്കുക. സൈൻ തീറ്റ ഈക്വൽ ടു ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. ഓപ്പോസിറ്റ് ഈ തീറ്റ വെച്ച് നോക്കുമ്പോൾ ഓപ്പോസിറ്റ് എക്സ്. ഇതാണ് 90 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ ഹൈപ്പോട്ടന്യൂസ് ഇതായിരിക്കും. അപ്പൊ നമുക്ക് എന്ത് കൊടുക്കാം? എക്സ് ബൈ എൽ എന്ന് കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ എഫ് ഈക്വൽ നെഗറ്റീവ് എം ജി എക്സ് ബൈ എൽ എന്ന് വരും. ഓക്കെ ആണോ? ഓക്കെ ആണോ? ഓൾറെഡി അവിടെ ഫോഴ്സ് ഈക്വൽ ടു നമുക്ക് വേണമെങ്കിൽ മാസ് ഇൻറ്റു ആക്സിലറേഷൻ എന്ന് എഴുതാം. ഓക്കെ. ഓക്കെ. അപ്പൊ എഫ് ഫിസിക്കലി എം ഇൻറ്റു എച്ച് ഓൾസോ ഇല്ലേ? ഓൾസോ എന്ന് എഴുതി നമുക്ക് ഇങ്ങനെ എഴുതാം. അങ്ങനെയാണെങ്കിൽ രണ്ട് ഫോഴ്സ് ഈക്വൽ അല്ലേ? അങ്ങനെയാണ് നമുക്ക് എങ്ങനെയെന്ന് എഴുതാം? എം എ ഈക്വൽ ടു നെഗറ്റീവ് എം ജി ഇൻറ്റു എന്താ എക്സ് ബൈ എൽ എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ എക്ക് നമ്മൾ നെഗറ്റീവ് ഒമേഗ സ്ക്വയർ എക്സ് എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ കൊടുക്കുക. എക്ക് നെഗറ്റീവ് ഒമേഗ സ്ക്വയർ എക്സ് എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ കൊടുക്കാൻ പോകാം ഇല്ലേ? ആക്സലേഷൻ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചെന്താ? നെഗറ്റീവ് ഒമേഗ സ്ക്വയർ എക്സ്. അപ്പൊ നമുക്ക് എം ഇൻറ്റു നെഗറ്റീവ് ഒമേഗ സ്ക്വയർ എക്സ് ഈക്വൽ ടു എന്താ? എം ജി എക്സ് ബൈ എൽ ആണല്ലോ. ഇവിടെ നിന്ന് ഈ എക്സും പോകുന്നു, എമ്മും പോകുന്നു. അവിടെ നെഗറ്റീവ് ഉണ്ടല്ലോ. ഈ നെഗറ്റീവ് ബാക്കി എന്താ? ഒമേഗ സ്ക്വയർ ഈക്വൽ ടു ജി ബൈ എൽ. ഒമേഗയുടെ സ്ക്വയർ അങ്ങോട്ട് മാറ്റിയിട്ട് ഒമേഗ ഈക്വൽ ടു റൂട്ട് ഓഫ് ജി ബൈ എൽ എന്നാണ്. അങ്ങനെയാണെങ്കിൽ ഒമേഗയ്ക്ക് 2π/t എന്ന ഒരു ഇക്വേഷൻ ഉണ്ട്. 2π/t ഈക്വൽ എന്താ? ജി ബൈ എൽ എന്നാക്കുന്നു. അവിടുന്ന് റെസിപ്രോക്കൽ എടുത്തിട്ട് ഇവിടെ t/2π എന്നും ഇവിടെ റൂട്ട് ഓഫ് എൽ ബൈ ജി എന്നും ആക്കും. ഇതിനാ നമുക്ക് ടൈം പീരീഡ് കണ്ടുപിടിക്കുന്നത്. ടൈം പീരീഡ് മോഡി വരണം. അതിനുവേണ്ടി ഇതിന് ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. t ഈക്വൽ ടു 2π റൂട്ട് ഓഫ് ടൈം പീരീഡ് ഓഫ് എഴുതാം.
ഇതിന്റെ ഒരു ഗ്രാഫ് വരയ്ക്കാൻ വിട്ടുപോയി നമ്മൾ. ഇതിന്റെ ടൈമിന്റെ എലമെന്റ് കൈനറ്റിക് എനർജിയുടെ പൊട്ടൻഷ്യൽ എനർജിയുടെ പൊട്ടൻഷ്യൽ എനർജിയുടെ ഗ്രാഫ് എപ്പോഴും ആലോചിച്ചോണം. ഓസിലേറ്റ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ആയിരിക്കും പൊട്ടൻഷ്യൽ എനർജി മാക്സിമം, ഇവിടെ പി മാക്സിമം, ഇവിടെ പി മാക്സിമം, ഇവിടെയാണ് കെ മാക്സിമം. ഗ്രാഫ് വരയ്ക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ വരയ്ക്കുക. ഇവിടെ നെഗറ്റീവ് എക്സ്ട്രീം, ഇവിടെ പോസിറ്റീവ് എക്സ്ട്രീം. അതായത് ഇവിടെ നെഗറ്റീവ് എക്സ് എന്ന് കൊടുക്കുക, അല്ലെങ്കിൽ നെഗറ്റീവ് എ എന്ന് കൊടുക്കുക, ഇവിടെ പോസിറ്റീവ് എന്ന് കൊടുക്കുക. ഇവിടെ സീറോ ആവുന്ന ഏതാ? എക്സ്ട്രീമിൽ സീറോ ആവുന്ന ഏതാ? എക്സ്ട്രീമിൽ സീറോ ആവുന്ന കൈനറ്റിക് എനർജി. അപ്പൊ കൈനറ്റിക് എനർജി ഇങ്ങനെ കൂടി കൂടി ഇവിടെ ഒരു മാക്സിമം ആവും, പിന്നെ കുറഞ്ഞു കുറഞ്ഞു ഇവിടെ വരുമ്പോഴത്തേക്കും എന്താ മാക്സിമം, പിന്നെ എന്താ ഇവിടെ വരുമ്പോഴത്തേക്കും വീണ്ടും കുറയും. അതാ ആ എക്സ്ട്രീമിൽ പൊട്ടൻഷ്യൽ എനർജി എന്തായിരിക്കും? ആ എക്സ്ട്രീമിൽ പൊട്ടൻഷ്യൽ എനർജി ഭയങ്കര കൂടുതലായിരിക്കും. പൊട്ടൻഷ്യൽ എനർജി മീൻ പൊസിഷനിലേക്ക് വരുമ്പോൾ കുറഞ്ഞിരിക്കും. ഇവരെ രണ്ടുപേരും കൂടെ ചേർത്ത് വരയ്ക്കുന്ന ഈ ലൈനാണ് ടോട്ടൽ എനർജി. ചിലപ്പോൾ ഇങ്ങനെ ഒരു ഗ്രാഫ് വന്നിട്ട് ഇതിനകത്ത് ഏതൊക്കെയാണ് കൈനറ്റിക് എനർജി, പൊട്ടൻഷ്യൽ എനർജി, ടോട്ടൽ എനർജി. ശരിക്കും എക്സ്ട്രീമിൽ സീറോ ആകുന്നത് എന്താ? കൈനറ്റിക് എനർജി. അപ്പൊ ഇത് കെ ഓഫ് എക്സ് ആണ്, ഇത് പി ഓഫ് എക്സ് ആണ് പൊട്ടൻഷ്യൽ എനർജി. അല്ലെങ്കിൽ പി ഓഫ് എക്സ് എന്ന് പറയുന്നത് യു ഓഫ് എക്സ് എന്നാണ് പറയുന്നത്. പൊട്ടൻഷ്യൽ എനർജി യു വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. യു ഓഫ് എക്സ്. ഇതാണ് ടോട്ടൽ എനർജി ടി ഓഫ് എക്സ്. ഇതൊന്നും ക്ലിയർ ആണോ? വിട്ടുപോയത് പരീക്ഷയ്ക്ക് പോയല്ലേ? അപ്പം ഇവിടെ ഇവിടെ നോക്കിയോ, ഇവിടെ നോക്കിയോ, ഇവിടെ നോക്കിയോ. അപ്പൊ നമുക്ക് ഇനി എന്താ പഠിക്കാനുള്ളത്? ഇനി മറ്റേ സ്പ്രിങ്ങിന്റെ പീരീഡ് ഓഫ് ഓസിലേഷൻ കൂടെ പഠിച്ചു കഴിഞ്ഞാൽ ഈ ചാപ്റ്ററിനകത്ത് എല്ലാം കഴിഞ്ഞു. പീരീഡ് ഓഫ് ഓസിലേഷൻ അത് ആ സ്പ്രിങ് ഇതിന്റെ എന്താണ് ഓസിലേഷന്റെ കൈനറ്റിക് എനർജിയുടെ പൊട്ടൻഷ്യൽ എനർജിയുടെ പീരീഡ് ഓഫ് ഓസിലേഷൻ ഓഫ് എന്താണ് സിമ്പിൾ അല്ല സോറി സ്പ്രിങ്. ഓക്കെ, ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്നറിയാം? ഇതിപ്പോ ഒരു സ്പ്രിങ്, എല്ലാവരും ശ്രദ്ധിച്ചോണം. ഇവിടെ ഒരു സ്പ്രിങ് ആണ്. ഇതിങ്ങനെ അതിന്റെ റെസ്റ്റിംഗ് പൊസിഷൻ, എക്സ്റ്റേണൽ ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ ഇത് എങ്ങനെയായിട്ട് മാറും? ഇതിങ്ങനെ വരും, പിന്നെ തിരിച്ച് എവിടെ വരും? തിരിച്ചിങ്ങനെ വരും, എന്നിട്ട് ഇങ്ങനെ ഇതായിക്കൊണ്ടിരിക്കും. ഇങ്ങോട്ടേക്ക് നമ്മൾ കൊടുക്കുന്നത് എക്സ്റ്റേണൽ ഫോഴ്സ്, ഇങ്ങോട്ടേക്ക് തിരിച്ചുണ്ടാകുന്നത് റിസ്റ്റോറിംഗ് ഫോഴ്സ്. എക്സ്റ്റേണൽ ഫോഴ്സ് നോക്കുവാണെങ്കിൽ ഇത് ഇങ്ങോട്ടേക്ക് ഡിസ്പ്ലേസ്മെന്റ് ആണ് ഉണ്ടാകുന്നത്. എക്സ്റ്റേണൽ ഫോഴ്സ് ആണെങ്കിൽ ഈ ഡിസ്പ്ലേസ്മെന്റിന് ഓപ്പോസിറ്റ് ആയിരിക്കും. റിസ്റ്റോറിംഗ് ഫോഴ്സ് എന്തായിരിക്കും? റിസ്റ്റോറിംഗ് ഫോഴ്സ് ആണെങ്കിൽ ഈ ഡിസ്പ്ലേസ്മെന്റ് ഓപ്പോസിറ്റ് ഡയറക്ഷൻ. എക്സ്റ്റേണൽ ഫോഴ്സ് ആണെങ്കിൽ കൊടുക്കുന്ന അതേ ഡയറക്ഷൻ. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം. എക്സ്റ്റേണൽ ഫോഴ്സ് വെച്ചിട്ടാണ് ഞാൻ റിസ്റ്റോറിംഗ് ഫോഴ്സ് വെച്ചിട്ട് എഴുതുന്നത്. F is equal to negative kx എന്ന് കൊടുക്കും. കാരണം എന്താ? F directly proportional to x എന്നും നെഗറ്റീവ് x എന്നും അവിടുന്ന് F is equal to proportional to മറ്റേ സ്പ്രിംഗ് കോൺസ്റ്റന്റ് ഇട്ട് അങ്ങനെ. ഓൾറെഡി നമുക്കറിയാം ഇവിടെ ഒരു ഇനേർഷ്യൽ ഫോഴ്സ് ഉണ്ടാവും. അത് F is equal to എന്താ? M into A ആണ്. ആണല്ലോ. അങ്ങനെയാണ് നമുക്ക് എങ്ങനെ കൊടുക്കാം? അപ്പൊ നമുക്ക് ഇങ്ങനെ കൊടുക്കാം. Therefore MA is equal to negative kx എന്ന് കൊടുക്കാം. എക്ക് വീണ്ടും നമ്മൾ എന്ത് ചെയ്യാൻ പോവാം? അതായത് നെഗറ്റീവ് ഒമേഗ സ്ക്വയർ എക്സ് എന്ന് എടുക്കാൻ പോവാം. ഈസിക്കൽ ടു എന്താ? മൈനസ് കെ എന്ന് കൊടുക്കാം. ഓക്കെ, മൈനസ് കെ ഇൻറ്റു എക്സ്. എക്സും എക്സും കട്ട് ചെയ്ത് കളയുന്നു. എന്നിട്ട് ഞാൻ നെഗറ്റീവും കട്ട് ചെയ്ത് കളയുന്നു. എന്നിട്ട് ഒമേഗ സ്ക്വയർ ഈസിക്കൽ എന്തെന്ന് കൊണ്ടിരുന്നു? കെ ബൈ എം ഒന്ന്. ഓൾറെഡി ഒമേഗ എന്ന് പറയുന്നത് 2π ബൈ ടി ആണെന്നറിയാം. ഈസിക്കൽ ടു കെ ബൈ എം. അവിടുന്ന് ടി ബൈ 2π ഈസിക്കൽ ടു എന്താ? എം ബൈ കെ എന്ന് ആണല്ലോ. അല്ല സോറി, തെറ്റിപ്പോയി. ഒമേഗ സ്ക്വയറിനെ നമുക്ക് എന്താക്കണം? ഇതിപ്പോ എന്താ? ഇവിടെ ഒരു സ്റ്റെപ്പ് കൂടെ എഴുതുകയാണ്. ഒമേഗ ഈസിക്കൽ ടു റൂട്ട് ഓഫ് കെ ബൈ എം. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്താക്കുന്നു? ടി ഈസിക്കൽ ടു 2π റൂട്ട് ഓഫ് എം ബൈ കെ. ദിസ് ഈസ് ദ ടൈം പീരീഡ് ഓഫ് ഓസിലേഷൻ.
അടുത്തത് നമുക്ക് വേവ്സ് എടുക്കാം. വേവ്സിനകത്ത് നമുക്ക് മെയിൻ ആയിട്ട് പഠിക്കാനുള്ളത് അതിന്റെ ഒരു ന്യൂമറിക്കൽ ചിലപ്പോൾ ചോദിക്കുക. 8 മാർക്കല്ലേ വേവ്സിന് വരുന്നെന്ന് പറഞ്ഞത്. അപ്പൊ അതിന്റെ ഒരു ന്യൂമറിക്കൽ ചിലപ്പോൾ ചോദിക്കുമായിരിക്കും. ഒരു വേവിന്റെ ഇത് തന്നിട്ട് അതിന്റെ പോസിറ്റീവ് എക്സ് ഡയറക്ഷനിലാണോ നെഗറ്റീവ് എക്സ് ഡയറക്ഷനിലാണോ അതോ അതിന്റെ വേവ് നമ്പർ എന്താ അങ്ങനെയൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യം ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് എന്താ, മെക്കാനിക്കൽ വേവ് എന്താ, ഇലക്ട്രോമാഗ്നറ്റിക് വേവ്, അതേപോലെ അതൊക്കെ എന്താ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്ത് വെച്ചോ. ഓക്കെ, ഇനി എപ്പോഴും ആലോചിച്ചോണം വേവിന്റെ ജനറൽ ഇക്വേഷൻ ഇതാണ്. വേവിന്റെ ജനറൽ ഇക്വേഷൻ y of xt is equal to a sin kx minus omega t plus phi എന്നോ അല്ലെങ്കിൽ y of xt is equal to a sin kx plus omega t plus phi എന്നോ വരാം. ഇതാണ് ഒരു വേവിന്റെ ഇക്വേഷൻ. വേവിന്റെ വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെന്റ് ഇക്വേഷൻ എങ്ങനെ? ഇതിന്റെ അല്ല, മുകളിലോട്ടുള്ള ഡിസ്പ്ലേസ്മെന്റ്. മുകളിലോട്ടുള്ള ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുമ്പോൾ അതായത് ഇപ്പൊ ഇങ്ങനെയാണെങ്കിൽ എക്സ് ഡിസ്റ്റൻസിൽ, അതായത് ഇപ്പൊ ഇവിടെ നിന്ന് എക്സ് ഡിസ്റ്റൻസിലുള്ള ഒരു പോയിന്റ് കണ്ടോ, ഇവിടെ നിന്ന് എക്സ് ഡിസ്റ്റൻസിലുള്ള ഈ ഒരു പാർട്ടിക്കിളിന് കണ്ടോ മുകളിലോട്ട് കണ്ടോ ഇത്രയും ഡിസ്പ്ലേസ്മെന്റ് സംഭവിച്ചു. ഈ വൈയുടെ ഇക്വേഷൻ ആണ്. ഓക്കെ ആണോ? നെഗറ്റീവ് നെഗറ്റീവ്. ഇതിലൂടെ 2-3 കാര്യങ്ങൾ കണ്ടുപിടിച്ച് വെച്ചോണം. കെ കണ്ടുപിടിക്കാൻ 2π/λയും ഒമേഗ കണ്ടുപിടിക്കാൻ 2π/t അത് നിങ്ങൾക്കറിയാം. ഈ ഒമേഗയ്ക്ക് തന്നെ നമുക്ക് 2π ന്യൂ എന്ന് ഇക്വേഷൻ ഉണ്ട്, കാരണം 1/t ന്യൂ ആണ്. അപ്പം ഇത് വെച്ച് ഇത് ഇത്രയും പഠിച്ചു വെക്കണം, കാരണം ഇതിനകത്തൊന്ന് ന്യൂമറിക്കലി ചോദിച്ചു കഴിഞ്ഞാൽ ചെയ്യാനായിട്ട്. പിന്നെ ഇവിടെ നെഗറ്റീവ് ആണ് കാണിക്കുന്നതെങ്കിൽ ഈ വേവ് ട്രാവൽ ചെയ്തത് പോസിറ്റീവ് എക്സ് ഡയറക്ഷനിലും, ഇവിടെ പോസിറ്റീവ് ആണ് കാണിക്കുന്നെങ്കിൽ ഈ വേവ് ട്രാവൽ ചെയ്യുന്നത് നെഗറ്റീവ് എക്സ് ഡയറക്ഷനിലുമായിരിക്കും. അതായത് ഇവിടെ നെഗറ്റീവ് ആണെങ്കിൽ പോസിറ്റീവ് എക്സ് ഡയറക്ഷൻ, ഇവിടെ പോസിറ്റീവ് ആണെങ്കിൽ അത് മസ്റ്റ് ആയിട്ട് ഓർത്ത് വെച്ചോളൂ. ന്യൂമറിക്കൽ പിന്നെ സ്പീഡ് ഓഫ് ട്രാൻസ്വേഴ്സ് വേവ് കണ്ടുപിടിക്കുന്ന ഒരു ഇക്വേഷൻ ഓർത്ത് വെച്ചോണം. സ്പീഡ് ഓഫ് ട്രാൻസ്വേഴ്സ് വേവ് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്ന് പറയുമ്പോൾ v is equal to omega/k. പറഞ്ഞോടാ, ഏതാ പൈ? അത് ആംഗിള്. വേവുകൾ എത്ര ഫേസ് ഡിഫറൻസിലാകുന്നത്. ഇപ്പൊ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നോക്കിയേ, ഒരു വേവ് തന്നെ ഇങ്ങനെ പോകും. ശ്രദ്ധിക്കണം, എല്ലാവരും ശ്രദ്ധിക്കണം. ഒരു വേവ് തന്നെ ഇങ്ങനെ പോകും, ഒരു വേവ് തന്നെ ഇങ്ങനെ പോകും. അതായത് ഇത് 0, ഇവിടെ 90, ഇത് 180, ഇത് 270, ഇത് 360, അങ്ങനെയാണല്ലോ വരുന്നത്. വേറൊരു വേവ് കണ്ടോ ഇങ്ങനെയാണ്. അതിനർത്ഥം ഈ വേവ് 0-ൽ സ്റ്റാർട്ട് ചെയ്യുന്നു, ഈ വേവ് 90-ൽ സ്റ്റാർട്ട് ചെയ്യുന്ന പോലെ ആണ്. അപ്പൊ ഇവർ തമ്മിലുള്ള ഈ പൈയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ π/2 ആയിരിക്കും, അല്ലെങ്കിൽ വേവുകൾ തമ്മിലുള്ള പോയിന്റുകൾ തമ്മിലുള്ള ആംഗിൾ ഡിഫറൻസിനെയാണ് ഫേസ് ഡിഫറൻസ് എന്ന് പറയുന്നത്. അടുത്ത വർഷം നല്ലതായിട്ട് AC എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ തന്നെ അടിപൊളിയായിട്ട് പഠിക്കും, പറഞ്ഞുതരാം. ഇനി അതേപോലെ തന്നെ സ്ട്രെച്ച്ഡ് സ്ട്രിങ്ങിലെ സ്പീഡിന്റെ ഇക്വേഷൻ പഠിച്ചോണം. ചിലപ്പോൾ ഒരു ന്യൂമറിക്കൽ ചോദിക്കും, അതായത് സ്പീഡ് ഓഫ് ട്രാൻസ്വേഴ്സ് വേവ് in a stretched string, in a stretched string. അതിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് v is equal to root of t/mu ആണ്. t എന്ന് പറയുന്നത് ടെൻഷൻ, mu എന്ന് പറഞ്ഞാൽ എന്താണ്? mu എന്ന് പറയുമ്പോഴത്തേക്കും ലീനിയർ മാസ് ഡെൻസിറ്റി എന്നാണ്. ലീനിയർ മാസ് ഡെൻസിറ്റി മാസ് ബൈ ലെങ്ത് ഇതായിരിക്കും. ഇത് പഠിച്ചു വെച്ചോണം. ചിലപ്പോൾ ഒരു മാർക്കിനൊക്കെ ചിലപ്പോൾ ഇക്വേഷൻ ആയിട്ടൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്.
അപ്പൊ അത് വേണം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇതിന് ഇക്വേഷൻ ഫൈനൽ എന്താവും റൂട്ട് ഓഫ് ഇത് എം ബൈ എൽ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് എന്തായിട്ട് മാറും എം എൽ സോറി ടി എൽ ഡിവൈഡഡ് ബൈ എം എന്നാവും ടി എൽ ഡിവൈഡഡ് ബൈ എന്താവും സെറ്റാണോ സ്ട്രെച്ച്ഡ് സ്ട്രിംഗ് ഇനി സ്റ്റാൻഡിംഗ് വേവ് പഠിച്ചോളാം സ്റ്റാൻഡിംഗ് വേവ് എന്താ സ്റ്റാൻഡിംഗ് വേവ് എന്ന് പറയുമ്പോൾ മൂവ് ചെയ്യാത്തൊരു വേവ് അതായത് അവിടെ തന്നെ നിന്ന് വൈബ്രേറ്റ് ചെയ്യുന്ന ഒരു വേവിനാണ് സ്റ്റാൻഡിംഗ് വേവ് എന്ന് പറയുന്നത് അതിന്റെ ഓപ്പൺ പൈപ്പ് ക്ലോസ്ഡ് പൈപ്പ് സ്ട്രെച്ച്ഡ് സ്ട്രിംഗിന്റെ മൂന്നിന്റെ ഡെറിവേഷൻ എന്ന് പറയാൻ പോകുന്നത് പെട്ടെന്ന് പെട്ടെന്ന് പറയാം സ്റ്റേഷനറി വേവ് ആണോ അതോ അങ്ങനെ എന്താ വേവ് വന്നിട്ട് സ്റ്റേഷനറി ആണോ ട്രാവലിംഗ് ആണോ അതാ പറഞ്ഞത് അതല്ലേടാ പറഞ്ഞത് സ്റ്റേഷനറി ആണോ ട്രാവലിംഗ് ആണോ എന്ന് ചോദിച്ചെങ്കിൽ ഈ കെ എച്ച് മൈനസ് ഒമേഗ ടി എന്ന് പറഞ്ഞ ടേം ഉണ്ടെങ്കിൽ അത് ട്രാവലിംഗ് മനസ്സിലായി ഒമേഗ ടി പ്ലസ് വൈ മാത്രമേ ഉള്ളെങ്കിൽ അതാണെങ്കിൽ സ്റ്റേഷനറി കെ എച്ച് മൈനസ് ഒമേഗ ടി എന്ന് പറഞ്ഞ സാധനം ഉണ്ടെങ്കിൽ അത് ട്രാവലിംഗ് ഇതുണ്ടെങ്കിൽ അത് ട്രാവലിംഗ് അതാണ് ആ ക്വസ്റ്റ്യൻ നമുക്ക് ആ ക്വസ്റ്റ്യൻ ചെയ്യാം ഈ ഡെറിവേഷൻ എടുക്കുക ഡെറിവേഷൻ കഴിഞ്ഞിട്ട് ഇവിടെ ശ്രദ്ധിക്കണം എല്ലാവരും ശ്രദ്ധിക്കണം അതായത് നമുക്ക് ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കും ഡിറൈവ് എക്സ്പ്രഷൻ ഫോർ ദ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഫ്രീക്വൻസി ഓഫ് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഹാർമോണിക്സ് ഓഫ് എ സ്റ്റാൻഡിംഗ് വേവിനെ സ്ട്രെച്ച്ഡ് സ്ട്രിംഗ് എന്നോ അല്ലെ ഓപ്പൺ പൈപ്പ് എന്നോ അല്ലെ ക്ലോസ്ഡ് പൈപ്പ് എന്നോ ആയിരിക്കും ചോദ്യം അപ്പോൾ അത് നിങ്ങൾ എഴുതുമ്പോൾ നിങ്ങൾ തന്നെ ഇങ്ങനെ എഴുതേണ്ടി വരും അത് ഞാൻ ആദ്യം എന്താണ് സ്റ്റാൻഡിംഗ് വേവ് സ്റ്റാൻഡിംഗ് വേവ് പിന്നെ എന്താണ് സ്ട്രെച്ച്ഡ് സ്ട്രിംഗ് പറയാൻ പോവാം അപ്പൊ നിങ്ങൾ എന്ത് വരയ്ക്കാം ആദ്യം ഫസ്റ്റ് മോഡ് ഓഫ് വൈബ്രേഷൻ അല്ലെങ്കിൽ ഫസ്റ്റ് ഹാർമോണിക്സ് എന്ന് പറയാം അതായത് ഒന്നെങ്കിൽ ഫസ്റ്റ് മോഡ് ഓഫ് വൈബ്രേഷൻ എന്ന് പറയുന്നു അഥവാ എന്താണ് അഥവാ ഫസ്റ്റ് ഹാർമോണിക്സ് എന്ന് പറയുന്നു ഓക്കെ അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം നമ്മളിവിടെ ഇങ്ങനെ എന്താ ഒരു സ്ട്രിങ് എന്ത് ചെയ്യുന്നു ഒരു സ്ട്രിങ് അപ്പം ഒരു കാര്യം ആലോചിച്ചോണം സ്റ്റാൻഡിംഗ് വേവാണ് സ്ട്രെച്ച്ഡ് സ്ട്രിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും അവിടെ ഒരു മുട്ട വരച്ചാൽ അതായത് സ്ട്രെച്ച്ഡ് സ്ട്രിംഗ് ഇങ്ങനെ അവിടെ വൈബ്രേറ്റ് ചെയ്യുന്നത് കണ്ടോ ഒരു മുട്ട ഇതിനെ ഒരു മുട്ടയായിട്ട് സങ്കല്പിക്കുക ഈ സ്റ്റാൻഡിംഗ് വേവ് എന്ന് പറയുമ്പോൾ എന്താ ഇവിടെ നോക്കി ഇവിടുന്ന് ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്ത് പോയിട്ട് ഇവിടുന്ന് എന്ത് ചെയ്യാം അത് തിരിച്ചു തന്നെ ഇങ്ങനെ വരുന്നതിനെയാണ് സ്റ്റാൻഡിംഗ് വേവ് എന്ന് പറയാം ഓക്കെ അതിൽ നോക്കിയോ അതിൽ ഇവിടെ നോക്കിയേ ഇവിടെ ഇവിടുന്ന് ഇവിടം വരെ ആണല്ലോ നമ്മുടെ എന്താ ഒരു വേവിന്റെ ലെങ്ത് ലാംഡ അതിന്റെ പകുതി വരുമ്പോ എത്ര വരും λ/2 അതിന്റെയും പകുതി വരുമ്പോ എത്ര വരും λ/4 മുക്കാൽ വരുമ്പോ എത്ര വരും 3λ/4 മുക്കാൽ എന്ന് പറയുമ്പോ എത്ര ഇവിടം വരെ മുക്കാൽ ഇത് ഓർത്ത് വെച്ചോ ഇത് ശരിക്കും എത്ര ലാംഡ ഉണ്ട് അതായത് ഈ മുട്ട മാത്രമേ ഇവിടെ വരച്ചിട്ടുള്ളൂ അപ്പൊ നിങ്ങൾ നോക്കി ഇതിനെ മൊത്തം L ആയിട്ട് എടുക്കുക L ഈസ് ഈക്വൽ ടു നമ്മൾ ആദ്യം λ1 ഡിവൈഡ് ബൈ 2 കാരണം ഫസ്റ്റ് മോഡ് ഓഫ് വൈബ്രേഷൻ ആയിരുന്നു λ1 കൊടുത്തു അവിടുന്ന് λ1 കണ്ടുപിടിക്കാൻ വേണ്ടി 2L കൊടുത്തു നമുക്ക് ഫ്രീക്വൻസി കണ്ടുപിടിക്കുന്ന ഫ്രീക്വൻസി ഈസ് ഈക്വൽ ടു V ബൈ λ1 ആണ് അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് എഴുതാം V ബൈ 2L എന്ന് എഴുതാം അതവിടെ അടുത്തത് സെക്കൻഡ് മോഡ് ഓഫ് വൈബ്രേഷൻ അഥവാ സെക്കൻഡ് ഹാർമോണിക്സ് സെക്കൻഡ് മോഡ് ഓഫ് വൈബ്രേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു വീണ്ടും സ്ട്രെച്ച്ഡ് സ്ട്രിംഗ് വരച്ചിട്ട് അതേ ലെങ്തിലുള്ള സ്ട്രെച്ച്ഡ് സ്ട്രിംഗ് വരച്ചിട്ട് രണ്ട് മുട്ട ഇടും രണ്ട് മുട്ട ഇടുവല്ല രണ്ട് മുട്ട വരയ്ക്കും ഓക്കെ ആണല്ലോ ഇതിനെ മൊത്തം ലെങ്തിന് വ്യത്യാസം ഒന്നുമില്ല ലെങ്ത് എത്ര തന്നെ ഇല്ല എന്നാണ് അതിനെ നമുക്ക് ഇപ്പൊ എത്ര ഒരു വേവ് ആയില്ലേ ഒരു വേവ് എന്ന് പറയുമ്പോൾ അതിന്റെ വേവ് ലെങ്ത് എത്രയാണ് ലാംഡ അതിനെ രണ്ടാമത്തെ ലാംഡ ആയതുകൊണ്ട് λ2 എടുക്കും ഓക്കെ ആണോ ഓക്കെ അങ്ങനെയാണെങ്കിൽ നമുക്ക് വി കണ്ടുപിടിക്കാം അല്ല ന്യൂ കണ്ടുപിടിക്കാം അതായത് ഇവിടെ ന്യൂ1 എന്ന് കൊടുക്കണം ഇത് ന്യൂ1 ഇതെന്താ ഇത് ന്യൂ2 ഈക്വൽ എന്താ V ബൈ λ2 എന്ന് എഴുതാം ഇവിടെ മുകളിൽ താഴെ നമ്മൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ ഡിവൈഡ് ചെയ്യുകയും ചെയ്യാണ് അപ്പൊ 2V ഡിവൈഡ് ബൈ 2 λ2 അല്ലേ അല്ല സോറി λ2 അപ്പൊ നമുക്ക് λ2 L കൊടുക്കാമല്ലോ ഇവിടെ നോക്കി പറയാം V ബൈ L എന്ന് കൊടുക്കാം λ2 അല്ല എനിക്കൊരു ആഗ്രഹം തോന്നി അവിടെ 2 ഇട്ട് മൾട്ടിപ്ലൈ ഡിവൈഡ് ചെയ്യണം അപ്പൊ ഞാൻ കൊടുത്തു കുഴപ്പമുണ്ടോ 2V ഡിവൈഡഡ് ബൈ 2L എന്ന് കൊടുക്കുന്നു എന്റെ ഇഷ്ടപ്രകാരം കൊടുക്കാം പ്രശ്നമുണ്ടോ ഇല്ല
എന്നിട്ട് ഇത് നോക്കി എന്തിനാ ഇഷ്ടം വന്നതെന്നറിയോ? കാരണം ഈ v/2l എന്ന് പറയുമ്പോഴത്തേക്കും എന്താ മുകളിൽ എന്താ v/2l നമ്മൾ ന്യൂ ആണ്. അപ്പൊ ന്യൂ നെ ന്യൂ നെ കണക്ട് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ അങ്ങനെ കൊടുത്തത്. അപ്പൊ എന്താ 2 ന്യൂ ആണ്. എനിക്ക് എന്തോ കണ്ടുപിടിക്കും relationship between the frequency of first, second, and third harmonics and derivation. Okay, ഇനി മൂന്നാമത്തെ ഹാർമോണിക് തേർഡ് ഹാർമോണിക് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യണം? തേർഡ് ഹാർമോണിക് ചെയ്യാൻ വേണ്ടി എന്ത് വേണം? തേർഡ് ഹാർമോണിക് അല്ലെങ്കിൽ തേർഡ് മോഡ് ഓഫ് വൈബ്രേഷൻ ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യണം? ഇതേ ലെങ്കിൽ ആ സ്ട്രെച്ച് സ്ട്രിംഗ് വെച്ചിട്ട് 3 മുട്ട കൊടുക്കുക. 1 2 3 മുട്ട വരയ്ക്കുക. 1 2 3. ഓക്കെ ആണല്ലോ? സെറ്റ് ആണല്ലോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്താ അവിടെ ഇത് മൊത്തം ലെങ്ത് എത്ര? എല്ലാം ആ എൽ ഇപ്പൊ എത്രയായി? ഇത് λ/2, ഇത് λ/2, ഇത് λ/2. ശരിയല്ലേ? പകുതി ഇത് പകുതി വേണം, ഇത് പകുതി വേണം, ഇത് പകുതി. മൊത്തം എത്ര? 3 λ/2 വരും. ശരിയല്ലേ? 3 λ3/2 എന്ന് എഴുതാം. അവിടുന്ന് λ3 കണ്ടുപിടിക്കുമ്പോൾ എന്ത് വരും? അവിടുന്ന് λ3 ഈസിക്കൽ എന്താ 2l/3 എന്ന് വരത്തില്ലേ? നമുക്ക് ന്യൂ3 കണ്ടുപിടിക്കാൻ വേണ്ടി എന്താ ഇക്വേഷൻ? v/λ3. അപ്പൊ നമുക്ക് v/2l/3. അങ്ങനെയാണെങ്കിൽ നമുക്ക് 3v/2l. വീണ്ടും v/2l വന്നു, അത് ന്യൂ ആണ്. അപ്പൊ 3 ന്യൂ ആണ്. അപ്പം ഫസ്റ്റുമായിട്ട് സെക്കൻഡ് ഹാർമോണിക്കും തേർഡ് ഹാർമോണിക്കും എന്താണ് ബന്ധം ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പൊ അവരുടെ റേഷ്യോ ν1:2, ν2:2, ν3 1:2:2. നാട്ടെ അടുത്തത് എന്താണ്? സ്റ്റാൻഡിംഗ് വേവിന്റെ ഓപ്പൺ പൈപ്പ്. അടുത്തത് സ്റ്റാൻഡിംഗ് വേവിന്റെ ഓപ്പൺ പൈപ്പ്. സ്റ്റാൻഡിംഗ് വേവിന്റെ ഓപ്പൺ പൈപ്പ്. സ്റ്റാൻഡിംഗ് വേവിന്റെ ഓപ്പൺ പൈപ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് എന്താ നോക്കിയോ? എല്ലാവരും ശ്രദ്ധിച്ചോ? ഓപ്പൺ പൈപ്പ് രണ്ടറ്റം എന്താ ഓപ്പൺ ആണല്ലോ. ഫസ്റ്റ് ഹാർമോണിക്സ് വരുമ്പോൾ ധനം എടുത്തിരിക്കണം. ഫസ്റ്റ് ഹാർമോണിക്സ് വരുമ്പോഴത്തേക്കും എന്താ ഫസ്റ്റ് ഹാർമോണിക്സ് വരുമ്പോഴത്തേക്കും മറ്റേ അവിടെ നമ്മൾ ഒരു മുട്ട വരച്ചെങ്കിൽ ഇവിടെ നമ്മൾ ഒരു എക്സ് ആക്കില്ല. ധനം ഇവിടെ ശ്രദ്ധിക്കണം, ധനം ഇവിടെ ശ്രദ്ധിക്കണം. ഒരു എക്സ് ഉണ്ടോ? അതില് അതിന്റെ നോഡ് ആന്റി നോഡ് എന്ന് പറയുന്ന സാധനം എവിടെ വരും? അറ്റത്ത് വരും. എന്നാലല്ലേ കേൾക്കത്തുള്ളൂ. ഓപ്പൺ പൈപ്പ് ശരിയല്ലേ? വെളിയിൽ ആംപ്ലിറ്റ്യൂഡ് കൂടി നിന്നാലല്ലേ കേൾക്കത്തുള്ളൂ. ആ വെളിയിലോട്ട് ഇറങ്ങുന്ന പ്രശ്നം. ഓക്കെ, അപ്പൊ ഇത് കണ്ടോ ഇങ്ങനെ ഒരു എക്സ് വരും. അപ്പൊ നമുക്കറിയാം ഇതിന്റെ മൊത്തം ലെങ്തിന് എന്തായിട്ട് നമ്മൾ എടുത്തത്? എല്. അവിടുത്തെ പോലെ ഇത് എത്ര ഉണ്ട്? ശരിക്കും പറഞ്ഞാൽ ഒരു വേവിന്റെ പകുതിയല്ലേ ഉള്ളൂ. കാരണം ഇങ്ങനെ ഒരു മുട്ട തന്നെ അല്ലേ ഉള്ളൂ. ഈ മുട്ട ഇങ്ങനെ പകുതിയാക്കിയിട്ട് അപ്പുറത്ത് പുറത്ത് വെച്ചിരിക്കുക, തിരിച്ചു വെച്ചിരിക്കുക. ശരിയല്ലേ? അപ്പൊ അതെന്താ λ/2 ഉള്ളൂ. അതിനെ λ1/2 എന്ന് എടുത്താൽ λ1 = 2l എന്ന് എടുക്കാം. അങ്ങനെയാണെങ്കിൽ ന്യൂ ഈസിക്കൽ എന്താ v/λ1 എന്ന് എടുക്കാം, v/2l എന്ന് എടുക്കാം. അടുത്തത് സെക്കൻഡ് മോഡ് ഓഫ് വൈബ്രേഷനകത്ത് നിങ്ങൾക്ക് എന്ത് എടുക്കണം?
സെക്കൻഡ് മോഡ് ഓഫ് വൈബ്രേഷൻ എന്ന് പറയുമ്പോൾ എന്താ? ഇവിടെ ശ്രദ്ധിക്കുക ഒറ്റയടിക്ക് എഴുതി തരാം. 2x വരയ്ക്കുക. 2x വേവ് പോലെ തന്നെ വരയ്ക്കട്ടെ. എക്സ് ഇടാൻ പറഞ്ഞിട്ട് ഇങ്ങനെ കൊണ്ടിട്ട് വെക്കും. മനസ്സിലായോ? ഓക്കെ. അപ്പം 2x അതിന്റെ ലെങ്ത് എന്ത് തന്നെയാണ്? എല്ല് തന്നെയാണ് അല്ലേ? ലെങ്തിന് മാറ്റമൊന്നുമില്ല. അപ്പൊ ഇവിടെ ഒരു λ/2 ഒരു λ/2 വന്നു. ശരിയല്ലേ? അതായത് അര വേവ് ശരിയല്ലേ? ഇവിടെ അര വേവ് ഉണ്ട്, 2 അര വേവ് ഉണ്ട്, 2 അര വേവ് ഒരു വേവ്. അപ്പൊ എന്താണ് λ2 എടുക്കാം. അപ്പൊ നമുക്ക് എന്താണ് ഇത് ν1 ആണ്, ഇത് ν2 കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് എന്താ v/λ2 ആണ്, v/l. എനിക്ക് ഇഷ്ടത്തിന് വേണ്ടി 2v/2l എന്ന് എഴുതും. v/2l ഇല്ല, ν1 ആണ്. 2ν1. അടുത്തത് വീണ്ടും ഇതേ ഇതിൽ തന്നെ എന്ത് കൺസിഡർ ചെയ്യുന്നു? 3x കൺസിഡർ ചെയ്യുന്നു. 1 2 3. ഞാനത് പേരൊന്നും എഴുതിയിട്ടില്ല കേട്ടോ. ഇത് ഫസ്റ്റ് ഹാർമോണിക്ക്, സെക്കൻഡ് ഹാർമോണിക്ക്, തേർഡ് ഹാർമോണിക്ക്. അത് പേര് തന്നെ എഴുതിക്കോണം. അപ്പൊ L ഈസിക്വൽ ടു എന്താ? L ഈസിക്വൽ ടു എത്ര? അതായത് λ/2 2 λ/2 3 λ/2. അപ്പൊ എത്ര? 3 λ3/2 വന്നു. അവിടുന്ന് λ3 ഈസിക്വൽ ടു 2l/3 എന്ന്. ν3 കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? v/λ3. അപ്പൊ എന്ത് ചെയ്താൽ v/2l/3. അങ്ങനെയാണ് എന്ത് ചെയ്താൽ 3 × v/2l എന്ന് വരും. v/2l എന്താ? ν1 അല്ലേ? 3ν1. അപ്പൊ ഇവിടെയും ν1 ν2 ν3 എന്താ? 1:2. മറ്റേതുപോലെ ഒരു വ്യത്യാസമില്ല, പടത്തിൽ മാത്രം വ്യത്യാസം. അവിടെ മുട്ട, ഇവിടെ എക്സ്. അത് കൃത്യമായിട്ട് തന്നെ വരയ്ക്കണം. ഒരു ഇത് വരച്ചിട്ട് കണ്ടോ? അതിന് ഇങ്ങനെ വരച്ചിട്ട് ഇവിടെ ഒന്ന് ഒരു വേവ് പോലെ ആയിരിക്കും. അല്ല ഇങ്ങനെ അങ്ങ് തുടങ്ങിയോ? അതും കുഴപ്പമില്ല. തിരിച്ചിരി കൊടുത്തിട്ടാണ്. എന്നിട്ട് ഇവിടെ ഒന്ന് തന്നെ ഇങ്ങനെ വരച്ചു, അല്ലെങ്കിൽ ഇവിടെ ഒന്ന് തന്നെ ഇങ്ങനെ വരച്ചു. ഇതിന്റെയും 1:2 എഴുതിയിട്ടുണ്ട്. അതിന്റെ കുറവോ ഇല്ലയോ? എഴുതുന്നതാണ് 1.5 മണിക്കൂർ എടുക്കും. ഏതാ? ഞാൻ നിന്നോട് പറയുമ്പോ എഴുതാമെന്നല്ലേ പറഞ്ഞത്. ശ്രദ്ധിച്ചോണ്ട് എഴുതണം. എന്തോ ഇതെന്തോ ഇനിയിപ്പോ 1ാം ക്ലാസ്സിൽ പണ്ട് ഇട്ടിരിക്കുന്ന പോലെ അത് നോക്കി എഴുതി എത്രാമത്തെ തവണ ഇത് പഠിപ്പിക്കുന്നത്? ആ നോക്കി എഴുതാൻ പഠിക്കണമല്ലോ. ഈ ഫുട്ബോൾ കളിക്കുന്ന സമയത്ത് നിന്നെ എത്ര പേര് ഡിഫൻഡ് ചെയ്യുമ്പോൾ എല്ലായിടത്തും നിന്റെ കണ്ണു പോകത്തില്ല. അതുകൊണ്ടാണ് നീ തോക്കുന്നത്. അതെങ്ങനെ? അത് തന്നെ ഇവിടെ അടുത്ത കൂടെ പറയാൻ പോവാം. വെയിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അടുത്ത കൂടെ പറയാൻ പോവാം. നോക്കിക്കോളൂ, ഇവിടെ നോക്കിക്കോളൂ. അതായത് സ്റ്റാൻഡിങ് വേവ് പിന്നെ സ്റ്റാൻഡിങ് വേവിന്റെ എന്താണ്? ഓപ്പൺ പൈപ്പ്. ശ്രദ്ധിച്ചോണം, ഓപ്പൺ പൈപ്പ് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ഓപ്പൺ പൈപ്പ് വരുമ്പോൾ പൈപ്പ് തന്നെ ഇങ്ങനെ വരയ്ക്കുന്നത്. അതായത് ഇങ്ങനെ വരയ്ക്കും. എന്നിട്ട് ഫസ്റ്റ് മോഡ് ഓഫ് ഹാർമോണിക്സിന് അല്ലെങ്കിൽ ഫസ്റ്റ് ഹാർമോണിക്സിനുള്ളിൽ ഫസ്റ്റ് മോഡ് ഓഫ് വൈബ്രേഷൻ നടക്കും. ഒരു ഫണൽ വരും. ഇതാണ് ഒരു ഫണൽ. ഓർക്കണം, അങ്ങനെ ഓർക്കണം. ഇതിന്റെ മൊത്തം ലെങ്ത് എത്ര? മൊത്തം ലെങ്ത് എന്നോട് ശ്രദ്ധിക്കണം. ഇതിന്റെ മൊത്തം ലെങ്ത് എത്ര? ഇല്ല, അത്രേ ഉള്ളൂ. 1/4 λ ഉള്ളൂ. ശരിയല്ലേ? ഒരു വേവിന്റെ പകുതിയുടെ പകുതിയേ ഉള്ളൂ. അപ്പൊ
അതിനെ നമുക്ക് λ1 ഡിവൈഡ് ബൈ 4 എന്നും അത് λ1 ഈക്വൽ ടു 4 എന്ന് എഴുതാം. അപ്പം μ1 എങ്ങനെ കണ്ടുപിടിക്കും? μ1 ഈക്വൽ ടു v ബൈ λ1 ആണ്, v ബൈ 4. അടുത്തത് സെക്കൻഡ് മോഡ് ഓഫ് വൈബ്രേഷനകത്ത് ഇവിടെ നോക്കിക്കോണം, ശ്രദ്ധിച്ചോണം. ലെങ്ത് അത് തന്നെ, പക്ഷെ ഇവിടെ ഒരു ഫണലും ഒരു എക്സും ആയിരിക്കും. ഒരു ഫണലും വരും, അതേപോലെ തന്നെ ഒരു എക്സും വരും. ഇവിടുത്തെ മൊത്തം ലെങ്ത് എന്ന് പറയുന്നത് എല്ലാണ്. ഇവിടെ അപ്പൊ ഇത് ഒരു വേവിന്റെ പകുതി ഉണ്ടോ, മുക്കാലുണ്ടോ? ഒരു വേവിന്റെ മുക്കാല്. അപ്പൊ നമുക്ക് എന്ന് എഴുതാം 3λ2 ഡിവൈഡ് ബൈ 4 എന്ന് എഴുതാം. അതുകൊണ്ട് λ2 എങ്ങനെ കണ്ടുപിടിക്കും? λ2 ഈക്വൽ ടു 4l ഡിവൈഡ് ബൈ എന്താ? നമുക്ക് µ2 കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? v ഡിവൈഡ് ബൈ λ2 ചെയ്തേ പറ്റത്തുള്ളൂ. അപ്പൊ v ഡിവൈഡ് ബൈ 4l ബൈ 3 എന്ന് വരും. അപ്പൊ 3v ഡിവൈഡ് ബൈ 4l എന്ന് വരും. v ബൈ 4l എന്ന് പറയുമ്പോൾ എത്ര? v ബൈ 4l ഇവിടെ എത്ര? µ1 അല്ലേ? അപ്പൊ നമുക്ക് µ2 ഈക്വൽ എന്തെന്ന് കൊടുക്കാം? µ2 ഈക്വൽ ടു 3µ1. തേർഡ് ഹാർമോണിക്സിനകത്ത് നോക്കിക്കോളൂ. തേർഡ് ഹാർമോണിക്സ് കൂടെ നോക്കിയോ. തേർഡ് ഹാർമോണിക്സിനകത്ത് ഒരു ഫണലും 2 എക്സും ആയിരിക്കും. അതായത് 2 എക്സ്, ഒരു എക്സ് ഇങ്ങനെ, ഒരു എക്സ്. അപ്പൊ ഇവിടെ അപ്പൊ എത്ര 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 കാണും? ഇത് അര ലാംഡ, ഇത് അര ലാംഡ, ഇത് 4 ലാംഡ. അര അര ഒരു ലാംഡ, ഒരു ലാംഡയും 4 ലാംഡയും കൂടെ കൂട്ടുമ്പോൾ എത്ര വരും? 1.4 ലാംഡ. 1.4 ലാംഡ എന്ന് പറഞ്ഞാൽ ലാംഡ പ്ലസ് ലാംഡ ബൈ 4, 4 ലാംഡ പ്ലസ് ലാംഡ ബൈ 4, 5 ലാംഡ ബൈ 4 അല്ലേ? അപ്പൊ മൊത്തം ലെങ്ത് എത്രയാ? മൊത്തം ലെങ്ത് ഇല്ലീസിൽ എത്രയാ? 5 λ3 ഡിവൈഡ് ബൈ 4. അവിടുന്ന് λ3 കണ്ടുപിടിക്കുമ്പോൾ എന്ത് വരും? 4l ഡിവൈഡ് ബൈ എന്താ? 5. അങ്ങനെയാണെങ്കിൽ µ3 കണ്ടുപിടിക്കാൻ v ബൈ λ3, അവിടുന്ന് v ഡിവൈഡ് ബൈ 4l ഡിവൈഡ് ബൈ 5. അങ്ങനെയാണെങ്കിൽ 5v ഡിവൈഡ് ബൈ 4l, v ബൈ 4 എന്ന് പറയുമ്പോൾ എത്ര? v ബൈ 4 എന്ന് പറയുമ്പോൾ എത്ര? µ1. അപ്പൊ എന്താ? 5 µ1 എന്ന് വരും. അപ്പൊ ഇവിടുത്തെ റേഷ്യോ മാത്രം വ്യത്യാസമുണ്ട്. µ1 is to µ2 is to µ3 എന്ന് പറയുമ്പോൾ എത്ര? 1 is to 3 is to 5 ആണ്. ഓഡ് ഹാർമോണിക്സ് വരും.
ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ന്യൂമറിക്കലൂടെ തരാം, എഴുതിക്കോളൂ. എ വേവ് traveling along, a string is described by y of xt equal to 0.005 sin 80.0x minus 3.0 t plus pi by 4, in which the numerical constants are in SI. എല്ലാം ഇവിടുത്തെയുള്ള എല്ലാ SI യൂണിറ്റിലാണ്. കാൽക്കുലേറ്റ്. ഒന്നാമത് ആംപ്ലിറ്റ്യൂഡ്, രണ്ടാമത്തേത് വേവ് ലെങ്ത്, മൂന്നാമത്തേത് ടൈം പീരീഡ് ആൻഡ് ഫ്രീക്വൻസി, നാലാമത്തേത് is the wave is stationary or traveling. അഞ്ചാമത്തേത് give the direction of wave. ആറാമത്തേത് what is the phase constant? എന്താ നമുക്ക് തന്നിരിക്കുന്ന ആളെ നമുക്ക് എന്താക്കാം, y of xt is equal to 0.005 sin 80x minus 3t plus എന്താ pi by 4. ഇതിനെ എന്തുമായിട്ട് കമ്പയർ ചെയ്യാം? y of xt is equal to a sin kx minus omega t plus എന്താന്ന് എഴുതാം, pi ആയിട്ട് കമ്പയർ ചെയ്യാം. a ആംപ്ലിറ്റ്യൂഡ് ആദ്യം ചോദിക്കും. ആംപ്ലിറ്റ്യൂഡ് എന്താ? അപ്പൊ ആംപ്ലിറ്റ്യൂഡ് ഈസ് ഈക്വൽ ടു 0.005 SI യൂണിറ്റിലാണെന്നാ പറയുന്നത്. അടുത്ത എന്താ? k എത്ര ആണെന്നിരിക്കുന്നത്? 80 ആണെന്നിരിക്കുന്നത്. k യുടെ നേരെ 80 ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് വേവ് ലെങ്ത് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. നമ്മൾ എന്താ പഠിച്ചത്? a is equal to 2pi by lambda എന്നാണ്. അപ്പൊ നമുക്ക് എന്താ എഴുതാം? 80 is equal to 2pi by lambda ആണ്. അവിടുന്ന് lambda is equal to 2pi by 80. അവിടുന്ന് 2 into 3.14 divided by 18. ഇത് ചെയ്യുമ്പോൾ എത്രയാണോ കിട്ടുന്നത് അതായിരിക്കും വേവ് ലെങ്ത്. അത്രയും നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം, അതായത് കട്ട് ചെയ്തിട്ട് വേണമെങ്കിൽ ഇങ്ങനെ കിട്ടാൻ മതി. എങ്ങനെ? ഇവിടെ നോക്കിയോ 2pi divided by 80 അല്ലേ, കട്ട് ചെയ്തിട്ട് pi by 40 എന്ന് കിട്ടാം. pi by 40 മീറ്റർ എന്ന് കിട്ടാം. അടുത്ത നമുക്ക് ടൈം പീരീഡും കണ്ടുപിടിക്കണം, ഫ്രീക്വൻസിയും കണ്ടുപിടിക്കണം. പക്ഷെ നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന ഒമേഗ എന്താ? ഒമേഗ എന്താണ്? ഒമേഗ എന്താ? 3. ഒമേഗ is equal to 3. അതിനർത്ഥം 2pi by t is equal to 3 എന്നാണ്. ശരിയല്ലേ? ആണോ? ഇവിടെ ശ്രദ്ധിക്കണേ, 2pi by t is equal to 3 എന്നാണ് അല്ലേ? ഒമേഗ 2pi. ഇവിടുന്ന് ടൈം പീരീഡ് കണ്ടുപിടിക്കാൻ കണ്ടുപിടിക്കും. ടൈം പീരീഡ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ ആദ്യം ഫ്രീക്വൻസി, ടൈം പീരീഡ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ t by 2pi is equal to 1/3 എന്നാണ് ഇരിക്കുക. ശരിയല്ലേ? എന്നിട്ട് ഇതിനെ ഇങ്ങോട്ടേക്ക് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 2pi by 3 ആയിരിക്കും. അത്രയായിരിക്കും അതിന്റെ ടൈം പീരീഡ്. അത്രയും സെക്കൻഡ്സ് ചെയ്ത് നോക്കിയാണോ കേട്ടോ? ഇനി നിങ്ങൾക്ക് എന്ത് കണ്ടുപിടിക്കണം? ഫ്രീക്വൻസി കണ്ടുപിടിക്കണം. അപ്പൊ 2pi by t is equal to 3 ആണ്.
അതായത് 2π ന്യൂ ഈസ് ഈക്വൽ ടു 3 ആണ്. അവിടെ ന്യൂ ഈസ് ഈക്വൽ ടു എന്താ 3 ബൈ 2π എന്താണ് ഹെർട്സ് ആണ്. ആണോ 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 ഓക്കെ ആണോ? ആണെങ്കിലാണെന്ന് പറയാം. ഞാൻ ചോദിച്ചു ഇത് മനസ്സിലായിരുന്നു. ഇനി എന്താ ചോദിച്ചിരിക്കുന്നത്? ഈസ് ദ വേവ് ഈസ് ട്രാവലിംഗ് ഓർ സ്റ്റേഷനറി? ട്രാവലിംഗ് നമ്മൾ കാരണം എന്താ kx മൈനസ് ഒമേഗ ടി എന്ന് പറഞ്ഞിട്ട് അതിനകത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ട്രാവലിംഗ് ഡയറക്ഷൻ ഓഫ് വേവ് എന്താ നോക്കി ഇവിടെ നെഗറ്റീവ് അല്ലേ, അപ്പോൾ അത് ഏത് ഡയറക്ഷൻ ആയിരിക്കും? പോസിറ്റീവ് എക്സ് ഡയറക്ഷൻ. പോസിറ്റീവ് എഴുതൽ പോസിറ്റീവ് എക്സ് ഡയറക്ഷൻ. ഫേസ് കോൺസ്റ്റന്റ് എത്ര ഇവിടത്തെ ആംഗിൾ ഫൈവ് അവിടെ എന്താ കിടക്കുന്നത് 5/4 ആണ് അല്ലേ? ശരിയല്ലേ? ശരിയല്ലേ? സെറ്റാണോ? ചാപ്റ്റർ ഇത്രയേ ഉള്ളൂ. അത് ഗ്രാവിറ്റേഷന്റെ ഡെറിവേഷനിലേക്ക് പോകും. ഇവിടെ ന്യൂട്ടൺസ് ലോ ഓഫ് ഗ്രാവിറ്റേഷൻ എന്താണെന്ന് പഠിച്ചോളാം. എവരി ബോഡി ഇൻ ദിസ് യൂണിവേഴ്സ് attract every other body with a force that force is directly proportional to product of its masses and inversely proportional to square of distance between them. അത് പഠിച്ചോണം, അത് ഞാൻ തരുന്നില്ല. അതേപോലെ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റിന്റെ ഡയമെൻഷനും പഠിച്ചോണം. m⁻⁻⁻⁴ L³ T⁻², അതും ചിലപ്പോൾ ചോദിക്കും. ക്യാരക്ടറിസ്റ്റിക് ഓഫ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഒന്ന് നോക്കിക്കോണം. എന്തോ അട്രാക്റ്റീവ് ആണ്, ഇൻഡിപെൻഡന്റ് ഓഫ് മീഡിയം ആണ്, വീക്കസ്റ്റ് ഫോഴ്സ് ഇൻ നേച്ചർ ആണ്. അതൊക്കെ ഒന്ന് ഓർത്ത് ലോങ് റേഞ്ച് ഫോഴ്സ് ആണ്, അതൊക്കെ ഒന്ന് ഓർത്ത് വെച്ചോണം. അതേപോലെ തന്നെ ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി റേഡിയസ് മാറുന്നതിനനുസരിച്ച് മാറും. പോളില് എന്താണ് പോളില് റേഡിയസ് കൂടുതലാണ്, സോറി റേഡിയസ് കുറവാണ്. അപ്പം റേഡിയസ് കുറവാകുമ്പോൾ ഗ്രാവിറ്റി എന്ത് ചെയ്യും? കൂടും. അതായത് പോളിൽ മാക്സിമം ഇക്വേറ്ററിൽ മിനിമം ആയിരിക്കും. അതെന്തുകൊണ്ടാണ് G = gm/r² വരുന്നുണ്ടാകും. അതായത് സ്മോൾ g = ക്യാപിറ്റൽ G ഇൻറ്റു മാസ് ഡിവൈഡഡ് ബൈ r². റേഡിയസ് കൂടുന്നിടത്ത് ഗ്രാവിറ്റി കുറവായിരിക്കും, റേഡിയസ് കുറവുള്ളിടത്ത് ഗ്രാവിറ്റി കൂടുതലായിരിക്കും. എർത്ത് ഒരു എന്തായിട്ടായിരിക്കുന്നത്? ഒരു എലിപ്സ് പോലെ ആയിരിക്കുന്നത്. മനസ്സിലായി? സ്ഫിയർ അല്ല. മനസ്സിലായോ? അതുകൊണ്ട് തന്നെ പലയിടത്തും പല റേഡിയസാണ്. പലയിടത്തും പല റേഡിയസ് എന്നല്ല ഉദ്ദേശിക്കുന്നത്, ഇക്വേറ്ററിലും ഇതിലുള്ള റേഡിയസ് വ്യത്യാസം, അതൊന്നും നമുക്ക് വെച്ചോണം.
ചിലപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും, if earth shrink half of its radius, mass will remain same, the weight of the object will increase dash times. ഇത് ചോദിച്ചാൽ നിങ്ങൾ എങ്ങനെ എഴുതും? ഈ ഒരു ക്വസ്റ്റ്യൻ എഴുതിക്കും. if the earth shrinks half of its radius, its mass remains same. The weight of the object will increase dash times. Eത്ര times? ആരോ പറഞ്ഞു 4 times. പണ്ട് ആരോ ചെയ്തു, പക്ഷെ ആരും ചെയ്തിട്ട് കാര്യമില്ല. എന്നാലും നിനക്ക് കിട്ടും. ആരോ ചെയ്ത് കഴിഞ്ഞാൽ ആരോഗ്യ മാർക്ക് കിട്ടും. എങ്ങനെ കണ്ടുപിടിക്കുന്നത് ചോദിച്ചാൽ, ഓൾറെഡി ഗ്രാവിറ്റി കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്താ? gm ഡിവൈഡ് ബൈ എന്താ? r സ്ക്വയർ. ഇവര് പറഞ്ഞത് എന്താ? എർത്ത് ഷ്രിങ്ക് ഹാഫ് ഇസ് റേഡിയസ് എന്നാ. അപ്പൊ പുതിയ റേഡിയസ് എന്തായിട്ട് മാറും? r ഡാഷ് എന്താ? പഴയ റേഡിയസിന്റെ പകുതിയാണ് അല്ലേ? മാസ് സെയിം തന്നെ. m എന്താ? പുതിയ മാസ് എന്ത് തന്നെയാണ്? m തന്നെയാണ്. ഗ്രാവിറ്റി എന്തായിട്ട് മാറും? g എന്തായിട്ട് മാറും? g ഡാഷ് ആയിട്ട് മാറും. ഗ്രാവിറ്റേഷൻ കോൺസ്റ്റന്റ് സെയിം. അപ്പൊ g ഡാഷ് ഈസിക്കൽ നമുക്ക് എന്താ എഴുതാം? gm ഡിവൈഡ് ബൈ എന്താ എഴുതാം? r ബൈ 2 the whole square എന്ന് വരും. ആണോ? അങ്ങനെയാണെങ്കിൽ g ഡാഷ് ഈസിക്കൽ എന്താ? gm ഡിവൈഡ് ബൈ എന്താ? r സ്ക്വയർ ഡിവൈഡ് ബൈ 4. അങ്ങനെയാണെങ്കിൽ g ഡാഷ് ഈസിക്കൽ എന്താ? 4 മോളിൽ പോകുമ്പോൾ gm ഡിവൈഡ് ബൈ എന്താ? r സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ g ഡാഷ് ഈസിക്കൽ നമുക്ക് എന്തെന്ന് എഴുതാം? 4 into g എന്ന് എഴുതാം. ഇപ്പോൾ ആരോ ചെയ്തതല്ല, ചെയ്തത് ദീപക്കാണ്. മാർക്ക് 4 times. ആദ്യം ഞാൻ ഇതിന്റെ ഡെറിവേഷൻ അത് വേരിയേഷൻ ഓഫ് ഗ്രാവിറ്റി വിത്ത് ഓൾട്ടിറ്റ്യൂഡ് പറയാൻ പോവാം, പിന്നെ ഡെപ്ത് പറയാൻ പോവാം. ഇത് രണ്ടുമാണ് ചോദിക്കാൻ സാധ്യത. ചോദിച്ചായിരുന്നോ മോഡലിന്? അല്ല, ഇതിന് ക്രിസ്മസ് അല്ല, ക്രിസ്മസ് അല്ലല്ലോ. ക്രിസ്മസ് മുമ്പ് ഒരു വ്യത്യാസമില്ലല്ലോ. എഴുതണം. ഇവിടെ നോക്ക്. അടുത്ത ഇതിനകത്ത് ആദ്യത്തെ ഡെറിവേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും എല്ലാവരും ശ്രദ്ധിക്കണം. ഇതിനകത്ത് ആദ്യത്തെ ഡെറിവേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും വേരിയേഷൻ ഓഫ് ഗ്രാവിറ്റി വിത്ത് അപ്പൊ അതിനുവേണ്ടി നമ്മൾ ജസ്റ്റ് ഒരു പടം വരയ്ക്കുന്നു. എർത്തിന്റെ റേഡിയസ് ക്യാപിറ്റൽ R ആണ്, അതിന്റെ മാസ് ക്യാപിറ്റൽ M ആണ്, അതിന്റെ സർഫസിലുള്ള ഗ്രാവിറ്റി G ആണ്, ഓൾട്ടിറ്റ്യൂഡ്. ഞാൻ എന്ത് ചെയ്യുന്നു? ഞാൻ ഇനി എർത്തിന്റെ അവിടെ നിന്ന് എന്ത് ചെയ്യുന്നു? ഒരു h ഹൈറ്റ് ദൂരെ അടുത്തൊരു പോയിന്റ്, അതായത് ഇപ്പം ഇവിടെ ഈ സർഫസിൽ ഒരു സ്മോൾ m മാസ് ഉണ്ടെന്ന് വിചാരിക്കുക. ആ മാസിൽ ആക്ട് ചെയ്യുന്ന ഗ്രാവിറ്റിയാണ് G. ആ മാസ് ഞാൻ ഈ ഹൈറ്റ് കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ഇവിടെ ആക്ട് ചെയ്യുന്ന ഗ്രാവിറ്റി എന്ന് പറയുമ്പോൾ G ഡാഷ് ആണ്. ഈ G ഡാഷ് എങ്ങനെയാണ്? ജിയേക്കാളും കൂടുതലാണോ കുറവാണോ എന്നൊക്കെയാണ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ ആണല്ലോ? ഓക്കെ. അപ്പം അത് കൺസിഡർ ചെയ്യാൻ പോയിന്റ് മാസ് കൺസിഡർ ചെയ്യുന്നു. അതൊക്കെ എഴുതിക്കണം. കൺസിഡർ ചെയ്യാൻ പോയിന്റ് മാസ് ഓഫ് ദി സർഫസ് ഓഫ് ദി എർത്ത് having radius r and mass of the earth is capital M. Let G be the gravity on the surface of the earth and consider the same point object at a height from the surface. Let G dash be its gravity. ഇത്ര എഴുതി കഴിഞ്ഞിട്ട് നിങ്ങൾ ഇങ്ങനെ എഴുതാം. എന്താണ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി? G is equal to നമുക്കറിയാം എന്താണ്? gm ഡിവൈഡ് ബൈ എന്താ? r സ്ക്വയർ ആണല്ലോ അല്ലേ? ഇത് ഓൺ സർഫസ് ആണ്. ശരിയല്ലേ? ഇനിയും നമുക്ക് മറ്റേത് വരുമ്പോൾ എന്ത് വരും? ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അറ്റ് h G ഡാഷ് എന്ന് കൊടുക്കാം. അത് gm ഡിവൈഡ് ബൈ എന്താ? r പ്ലസ് h ദ ഹോൾ സ്ക്വയർ. ഇനി അത്
നമുക്ക് എന്ത് ചെയ്യാം, ഇക്വേഷൻ ഇതിനെ ഇക്വേഷൻ 1 എന്നും ഇതിനെ ഇക്വേഷൻ 2 എന്നും കൊടുത്തു കഴിഞ്ഞാൽ ഇക്വേഷൻ 2 ഡിവൈഡഡ് ബൈ 1 ചെയ്യാൻ പോവാണ്. ഓക്കെ, ഇക്വേഷൻ 2 ഡിവൈഡ് ബൈ 1 ചെയ്യാൻ പോവാണ്. ഇക്വേഷൻ 2 ഡിവൈഡ് ബൈ 1 എന്ന് LHS g ഡാഷ് ഡിവൈഡ് ബൈ g ഈസ് ഈക്വൽ ടു ഇപ്പുറത്ത് gm ഡിവൈഡഡ് ബൈ r പ്ലസ് h ദ ഹോൾ സ്ക്വയർ ഹോൾ ഡിവൈഡഡ് ബൈ gm ഡിവൈഡഡ് ബൈ gm കട്ട് ചെയ്ത് കളഞ്ഞു. ബാക്കി എന്ത് വരുന്നു, r സ്ക്വയർ മുകളിൽ പോകുമ്പോൾ നമുക്ക് എന്ത് വരും, അതായത് g ഡാഷ് ഡിവൈഡഡ് ബൈ g ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ R സ്ക്വയർ ഡിവൈഡഡ് ബൈ എന്താ r പ്ലസ് h ദ ഹോൾ സ്ക്വയർ. ഓക്കെ ആണോ? ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നറിയോ, ഈ ന്റെ കൂടെ r നേരത്തെ 2 മൾട്ടിപ്ലൈ ചെയ്യാൻ ഡിവൈഡ് ചെയ്യാൻ ചെയ്തതുപോലെ ഇവിടെ r നെ മൾട്ടിപ്ലൈ ചെയ്യാൻ ഡിവൈഡ് ചെയ്യാൻ പോവാം. അപ്പോൾ g ഡാഷ് ഡിവൈഡ് ബൈ g ഈസ് ഈക്വൽ ടു r സ്ക്വയർ ഡിവൈഡ് ബൈ r പ്ലസ് r ഇൻറ്റു h ഡിവൈഡഡ് ബൈ r ദ ഹോൾ സ്ക്വയർ. കുഴപ്പമില്ലല്ലോ. g ഡാഷ് ഡിവൈഡഡ് ബൈ g ഈസ് ഈക്വൽ ടു r സ്ക്വയർ ഡിവൈഡ് ബൈ, ഇവിടെ എന്ത് കോമൺ എടുക്കാം, ഇവിടെ ഒരു r ഉണ്ട് ഇവിടെ ഒരു r ഉണ്ട്, പക്ഷെ സ്ക്വയർ ആണ്, അപ്പോൾ r സ്ക്വയർ കോമൺ എടുക്കേണ്ടി വരും. r സ്ക്വയർ ഇൻറ്റു എന്താ 1 പ്ലസ് h ഡിവൈഡ് ബൈ r. ഈ r സ്ക്വയർ കട്ട് ചെയ്തു ഇവിടെ സ്ക്വയർ. ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ g ഡാഷ് ഡിവൈഡഡ് ബൈ g ഈസ് ഈക്വൽ ടു, ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നത്, ഞാൻ ഈ താഴെയുള്ളതിനെ മുകളിൽ കൊണ്ടുപോകാം. താഴെയുള്ളതിനെ മുകളിൽ കൊണ്ടുപോകുമ്പോൾ എന്ത് വരും, 1 പ്ലസ് h ഡിവൈഡ് ബൈ r റേസ് ടു എന്താ -2. ശരി ആണോ? ശരിയല്ലേ? അപ്പം g ഡാഷ് ഈസ് ഈക്വൽ ടു g ഇൻറ്റു 1. നോക്കി, ഇവൻ താഴെ നിന്ന് മുകളിൽ കയറിയപ്പം സാധാരണ ചില ആൾക്കാർക്ക് എന്ത് പറ്റും, നമ്മൾ താഴെ നിന്ന് മുകളിൽ കയറുമ്പോഴത്തേക്കും തല ഇറങ്ങും. ശരിയല്ലേ? ഹൈറ്റ് കൊടുക്കും. അപ്പൊ 2 തല ഇറങ്ങി താഴെ വീണ് കണ്ടോ, h കൂടെ വന്നു. -2 തല ഇറങ്ങി താഴെ വീണു. ഇത് കൺസെപ്റ്റ് എന്താണെന്നറിയാം, മറ്റേ ലീനിയർ എക്സ്പാൻഷൻ വഴി ചെയ്യുന്ന സാധനം. അപ്പൊ എന്താ, നമ്മൾ അങ്ങനെ ചെയ്യാതെ തല ഇറക്കം വെച്ചിട്ട് അത് അഡ്ജസ്റ്റ് ചെയ്തു. ഇപ്പൊ ഇവിടെ നോക്കിയേ, എന്തായാലും g ഡാഷ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഇതകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് എന്തായിരിക്കും കിട്ടുന്നത്, g ഡാഷ് ഈസ് ഈക്വൽ ടു g മൈനസ് എന്താ g, അത് എഴുതണ്ട, ഇങ്ങനല്ലേ കിട്ടുക. അതിനർത്ഥം എന്തുവാ, g ഡാഷ് എന്ന് പറയുന്നത് g-നെക്കാട്ടിൽ ഏതോ ഒരു വാല്യൂ കുറവായിരിക്കും. അപ്പം g ഡാഷ് എന്ന് പറഞ്ഞാൽ ഹൈറ്റ് കൂടുന്നത് ഇത് കുറയും എന്താ അതിനർത്ഥം, ശരിയല്ലേ? ഇതായിരിക്കും 2. വേറെ ഏത് ക്വസ്റ്റ്യൻ ഇതുപോലെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ, അതായത് ഇത് ലീനിയർ എക്സ്പാൻഷൻ വഴി ചെയ്യുന്നത്, അതായത് a പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ പോലെ തന്നെ a പ്ലസ് ബി ദ ഹോൾ റേസ് ടു -2 അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതിന്റെ രീതിയാണ്. ഡെറിവേഷൻ ഏതാ, അതാണ്. ഇവിടെ ഈ തലറങ്ങി താഴെ വീഴുന്നതിന് ഒരു കണ്ടീഷൻ ഉണ്ട് കേട്ടോ, അതായത് ഇഫ് h വെരി 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 ലെസ് ദാൻ r ആണെങ്കിൽ മാത്രമേ ഈ കണ്ടീഷൻ പോസിബിൾ ആയിട്ടുള്ളൂ കേട്ടോ, അത് ഓർത്ത് വെച്ചു. അല്ലെങ്കിൽ h വെരി വെരി ഗ്രേറ്റർ ദാൻ ഇതാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് വേണമെങ്കിൽ എടുത്തെഴുതാം. ഇത് h വെരി 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 ഗ്രേറ്റർ ദാൻ r ആണെങ്കിൽ g ഡാഷ് കണ്ടുപിടിക്കാൻ ഈ ഇക്വേഷൻ വെച്ചാൽ പറയട്ടെ, ഡെപ്ത് പറയട്ടെ.
വേരിയേഷൻ ഓഫ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി വിത്ത് ഡെപ്ത് അവിടെ നമ്മൾ എന്താണെന്നറിയോ, നമ്മൾ ഒരു എർത്ത് കൺസിഡർ ചെയ്യുന്നത്. എല്ലാവരും ശ്രദ്ധിച്ചോണം, ഇത് മറ്റേതുപോലെയല്ല, ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ഡെൻസിറ്റി ശ്രദ്ധിക്കും. ഇത് എർത്താണ്. ഈ എർത്തിന്റെ റേഡിയസ് നമ്മൾ എന്തായിട്ട് എടുക്കണം? എർത്തിന്റെ റേഡിയസ് ഞാൻ 6 ആയിട്ടാണ് എടുക്കുന്നത്. ഓക്കെ, എർത്തിന്റെ റേഡിയസ് 6 ആയിട്ട് എടുക്കണം. ഞാൻ റേഡിയസ് ഇങ്ങോട്ടേക്കായിരുന്നു വരയ്ക്കേണ്ടത്, മനസ്സിലാകാൻ വേണ്ടി പറയാം. എർത്തിന്റെ റേഡിയസ് 6 ആണ്. എർത്തിന്റെ മാസ് m ആണ്. എർത്തിന്റെ ഡെൻസിറ്റി ഞാൻ ഇവിടെ നിന്ന് കുഴിച്ച് അപ്പോൾ എന്താ സംഭവിക്കുന്നത്? അതായത് ഇവിടെ ഒരു പോയിന്റ് മാസ് ഉള്ളപ്പോൾ ഉള്ള ഗ്രാവിറ്റി G, ഇവിടെ ഒരു പോയിന്റ് മാസ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അവിടുത്തെ ഗ്രാവിറ്റി എന്തായിരിക്കും? G'. അപ്പൊ നിങ്ങൾ ആലോചിച്ച്, ഇത്രയും ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ 6 ആണ്. ഇത്രയും കുഴിച്ചു, അതെന്താ? അത് D. അങ്ങനെയാണെങ്കിൽ ഇത്ര എന്തായിരിക്കും? R മൈനസ് എന്തായിരിക്കും? ഈ പോയിന്റിൽ ഇത് കൺസിഡർ ചെയ്യുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വേണ്ട ഇത്രയും ഭാഗം മാത്രം കൺസിഡർ ചെയ്താൽ, കാരണം എന്താ, ബാക്കിയുള്ള പോയിന്റ് ഇവിടെ എഫക്ട് ചെയ്യത്തില്ല. ഇതിന് വെളിയിലുള്ളത് ഈ ഭാഗത്തൊക്കെ ഉള്ള സംഭവം ഇവിടെ എഫക്ട് ചെയ്യത്തില്ല. കാരണം എന്താ, അതിന്റെ ഉള്ളിലല്ലേ, അത് അതിന്റെ പുറത്താണ് അല്ലേ. അതുകൊണ്ടാണ് ഇവിടെ ഡെൻസിറ്റി എടുക്കുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അപ്പൊ ഡെൻസിറ്റി എടുക്കുന്ന കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കണം കേട്ടോ, അല്ലെങ്കിൽ ഇത് ബുദ്ധിമുട്ടായിരിക്കും. അപ്പം അത് നോക്കിയുള്ളൂ, അത് എങ്ങനെയുള്ള കാര്യം എന്ന് പറഞ്ഞുതരാം. നമുക്ക് ഇവിടെ എടുക്കാം മാസ് ഓഫ് എർത്ത്. നമുക്കറിയാം മാസ് ഈസിക്കൽ എന്താ? ഡെൻസിറ്റി ഈസിക്കൽ മാസ് ബൈ വോളിയം ആണെങ്കിൽ മാസ് എന്ന് പറയുമ്പോൾ എന്താ? ഡെൻസിറ്റി ഇൻറ്റു വോളിയം അല്ലേ. അപ്പൊ നമുക്ക് ഡെൻസിറ്റി ഓഫ് എർത്ത് ഇൻറ്റു എന്താ? വോളിയം ഓഫ് എർത്ത് അല്ലേ, ആണോ? ആണ്. ഡെൻസിറ്റി ഓഫ് എർത്ത് റോ എന്ന് കൊടുത്തു, വോളിയം സ്ഫിയർ ആയതുകൊണ്ട് 4/3 പൈ r ക്യൂബ് എന്ന് കൊടുത്തു. ഓക്കെ ആണല്ലോ. ഇതാണ് നമ്മുടെ ക്യാപിറ്റൽ. സെറ്റാണല്ലോ. അങ്ങനെയാണെങ്കിൽ അവിടുത്തെ G ഓൾസോ നമുക്ക് എന്ത് കൊടുക്കാം? G ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ GM ഡിവൈഡ് ബൈ എന്താ? R². അത് എന്താണ്? ഇത് ഇക്വേഷൻ 1 എന്ന് കൊടുക്കാം. ഇത് ഇക്വേഷൻ 2. ഇത് എവിടാ? അറ്റ് സർഫസ് ആണ്, ശരിയല്ലേ? സർഫസ് ആണ്. ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുക്കാം. ഓക്കെ, ഞാൻ ഈ 1ന്റെ മാസിന്റെ ഇക്വേഷൻ കൊണ്ട് 2-നകത്ത് കൊടുത്തു കഴിഞ്ഞാൽ, അതായത് 2 in 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ, സോറി 1 in 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ G ഈസ് ഈക്വൽ ടു G ഇൻറ്റു റോ 4/3 പൈ r ക്യൂബ് ഡിവൈഡ് ബൈ എന്താ? R². തെറ്റാണോ? R²ന്റെ 2 r r ക്യൂബിന്റെ 2 r കട്ട് ചെയ്ത് കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ പിന്നെ നമുക്ക് ബാക്കി എന്തേ ഉള്ളൂ? G ഈസ് ഈക്വൽ എന്താ? ക്യാപിറ്റൽ G റോ 4/3 പൈ r. ആണോ? ഇതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഓൺ ദി സർഫസ് ഓഫ് ദി എർത്ത് ഇൻ ടേംസ് ഓഫ് ഡെൻസിറ്റി ഓഫ് എർത്ത്. ഡെൻസിറ്റിയുടെ ടൈമിലുള്ള ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഇക്വേഷൻ ആണ് സർഫസിലുള്ളത്. അങ്ങനെയാണെങ്കിൽ G നമ്മൾ പഠിച്ചിട്ടുണ്ട്, G' ഈസ് ഈക്വൽ ടു GM ഡിവൈഡ് ബൈ എന്താ? R മൈനസ് D ദ ഹോൾ സ്ക്വയർ. ഇതെവിടാ? അറ്റ് ഡെപ്ത് ഡിയിലുള്ള ഗ്രാവിറ്റി, ശരിയല്ലേ? അപ്പം ഇവിടെ നമ്മൾ ഇവിടത്തെ ഇതെന്താ എഴുതേണ്ടത്? ആ പോർഷന്റെ മാസ് എങ്ങനെ എഴുതും? ആ പോർഷന്റെ മാസ് എങ്ങനെ എഴുതും? ഇത് ഇത്ര മാസ് കൺസിഡർ ചെയ്താൽ പോരെ? മാസ് എങ്ങനെയാ? മാസ് ഈസിക്കൽ എന്താ? ഡെൻസിറ്റി ഇൻറ്റു വോളിയം. അവിടുത്തെ ഡെൻസിറ്റിക്ക് വ്യത്യാസമില്ല, പക്ഷെ വോളിയം വ്യത്യാസമുണ്ട്. എന്താ? 4/3 പൈ. റേഡിയസിന് വ്യത്യാസമുണ്ട്. റേഡിയസ് എത്രയേ ഉള്ളൂ അവിടെ? R മൈനസ് D ദ ഹോൾ ക്യൂബ് ആയിരിക്കും അവിടെ. ഇതാണ് മാസ്, അവിടുത്തെ മാസ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിനെ കൊണ്ട് ഇവിടോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ, അതായത് ഈ മാസിനെ കൊണ്ട് ഈ ഇക്വേഷനകത്തോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇത് വേണമെങ്കിൽ ഒരു കാര്യം ചെയ്യാം. ഇത് ഇക്വേഷൻ നമ്പർ 3 ഇത് ഇക്വേഷൻ നമ്പർ 3, ഇത് 4 ഇത് 5 ആയിട്ട് എടുക്കാം. എന്നിട്ട് 5നെ കൊണ്ട് 4-നകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 5 in 4. അപ്പൊ എന്ത് വരും? G' ഈസ് ഈക്വൽ ടു G ഇൻറ്റു റോ ഇൻറ്റു 4/3 പൈ R മൈനസ് D
the whole cube whole divided by r minus d the whole square. ഇതും വെട്ടിപ്പോയി, ഇതിന്റെ ഓരോ സ്ക്വയർ രണ്ടെണ്ണം വെട്ടിപ്പോയി, ബാക്കി അപ്പൊ ജി ഡാഷ് 0/4/3 പൈ r മൈനസ് d. ഇത് ഇക്വേഷൻ ഓക്കെ ആണല്ലോ. ഇനി ഞാൻ എന്താ പറയുക, ജി ഡാഷ് ഡിവൈഡ് ബൈ ജി ചെയ്യാൻ പോവാം. കുഴപ്പമുണ്ടോ? ജി ഡാഷ് ഡിവൈഡ് ബൈ ജി ചെയ്യാൻ പോവാം. ജി ഡാഷ് ഡിവൈഡ് ബൈ ജി ചെയ്യുമ്പോൾ എന്ത് വരും? ജി ഡാഷ് ഡിവൈഡ് ബൈ ജി ചെയ്യുമ്പോൾ എന്ത് വരും? ജി ഇൻറ്റു റോ ഇൻറ്റു 4/3 ഇൻറ്റു പൈ ഇൻറ്റു ആർ മൈനസ് ഡി ആണ് മുകളിൽ. താഴെ ജി ഇൻറ്റു റോ ഇൻറ്റു 4/3 ഇൻറ്റു പൈ ഇൻറ്റു ആർ ആണ് അല്ലേ. ഇത് ഇത്രയും കാര്യങ്ങൾ പൈ വരെയുള്ള സാധനങ്ങളെല്ലാം പറ്റും. ജി ഡാഷ് ബൈ ജി ആർ മൈനസ് ഡി സെപ്പറേറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ജി ഡാഷ് ഡിവൈഡ് ബൈ ജി ഈസ് ഈക്വൽ ടു ആർ ബൈ ആർ മൈനസ് ഡി ബൈ ആർ. അവിടുന്ന് ജി ഡാഷ് ഡിവൈഡ് ബൈ ജി ഈസ് ഈക്വൽ ടു 1 മൈനസ് ഡി ബൈ ആർ. ഇനി എന്ത് ചെയ്താൽ മതി? ജി ഡാഷ് കണ്ടുപിടിച്ചാൽ മതി. ജി ഡാഷ് ഈസ് ഈക്വൽ എന്താ? ജി ഇൻറ്റു എന്താ 1 മൈനസ് ഡി ബൈ ആർ. ഈ ജീനെ അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കി, ജി മൈനസ് ജി ഡി ബൈ ആർ എന്നല്ലേ കിട്ടുന്നത്. അതിനർത്ഥം എന്തുവാ? സർഫസിലുള്ള ഗ്രാവിറ്റിയാണ് ജി. ജീനെക്കാട്ടിലും ഒരു ജി ഡി ബൈ ആർ എന്ന് പറയുന്ന വാല്യൂ കുറവായിരിക്കും ഡെപ്തിലുള്ള ഗ്രാവിറ്റി. അപ്പം ഡെപ്ത് കുറയുമ്പോഴും ഹൈറ്റ് കൂടുമ്പോഴും അല്ല, ഡെപ്ത് കൂടുമ്പോഴും ഹൈറ്റ് കൂടുമ്പോഴും ഗ്രാവിറ്റിക്ക് എന്ത് വ്യത്യാസമുണ്ട്? ഗ്രാവിറ്റി കുറയും എന്ന കാര്യം അത്. ഇതാണ് ഉണ്ടോ? ഓർബിറ്റൽ വെലോസിറ്റി പഠിക്കണം, അല്ലെങ്കിൽ എസ്കേപ്പ് വെലോസിറ്റിയുടെ അത് പഠിക്കണം കേട്ടോ. എസ്കേപ്പ് വെലോസിറ്റി നാളെ ചോദിക്കാൻ സാധ്യതയുണ്ട്, അത് പഠിക്കണം. അത് രണ്ടും കൂടെ പഠിച്ചു ഗ്രാവിറ്റി. അതായത് ഓർബിറ്റൽ വെലോസിറ്റി ദ എക്സ്പ്രഷൻ ഫോർ ഒന്നെങ്കിൽ ഓർബിറ്റൽ വെലോസിറ്റി അല്ലെങ്കിൽ എസ്കേപ്പ് വെലോസിറ്റി, ഇതായിരിക്കും ചോദ്യം. അപ്പൊ ആദ്യം ഓർബിറ്റൽ വെലോസിറ്റി പറയാം. ഏതെങ്കിലും ചോദിച്ചു എഴുതാമല്ലോ. ഓർബിറ്റൽ വെലോസിറ്റി. ഓർബിറ്റൽ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ദ വെലോസിറ്റി വിത്ത് വിച്ച് സാറ്റലൈറ്റ് മൂവ്സ് ഇൻ ഇറ്റ്സ് ക്ലോസ്ഡ് ഓർബിറ്റ് ഈസ് കോൾഡ് എന്താ? ഓർബിറ്റൽ വെലോസിറ്റി. ശരിയല്ലേ? അപ്പൊ ഞാൻ എർത്ത് കൺസിഡർ ചെയ്യുന്നു. ഇവിടെ എർത്ത് എല്ലാവരും ശ്രദ്ധിക്കണം. എർത്തിന്റെ റേഡിയസ് ക്യാപിറ്റൽ ആണ്. ആ സർഫസിൽ നിന്ന് ഒരു h ഹൈറ്റ് ദൂരെ ഞാൻ ഇവിടെ ആയിട്ട് ഒരു ഓർബിറ്റ് അല്ല സോറി ഒരു സാറ്റലൈറ്റ് കൺസിഡർ ചെയ്യുന്നു. ആ സാറ്റലൈറ്റിന്റെ ഓർബിറ്റ് എന്ന് പറയുന്നത് എന്താ? ഇതിനെ രണ്ടിനെയും കൂടെ ചേർത്ത് ഞാൻ സ്മോൾ ആർ ആയിട്ട് എടുക്കാം. കുഴപ്പമില്ല. ക്യാപിറ്റൽ ആർ പ്ലസ് സ്മോൾ ആർ ആയിട്ട് എടുക്കാം. ഓക്കെ. നമുക്കറിയാം ഇത് മൂവ് ചെയ്യുമ്പോൾ ഇവിടെ ഒരു ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉള്ളതുകൊണ്ടല്ലേ ഇത് ഈ സർക്കിളിൽ തന്നെ മൂവ് ചെയ്യുന്നത്. ഒരു ഒബ്ജക്റ്റ് സർക്കുലർ മോഷൻ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ അവിടെ വേറെ എന്ത് കാര്യങ്ങളുണ്ടാവും? സെൻട്രിപെറ്റൽ ഫോഴ്സുകൾ ഉണ്ടാവും. ശരിയല്ലേ? ശരിക്കും പറഞ്ഞാൽ ഹിയർ എന്താ? സെൻട്രിപെറ്റൽ ഫോഴ്സ് ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഗ്രാവിറ്റി. നമുക്കറിയാം സെൻട്രിപെറ്റൽ ഫോഴ്സ് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്താ? എം വി സ്ക്വയർ ഡിവൈഡ് ബൈ ആർ. ഇവിടെ വിക്ക് പകരം വി ഒ എന്ന് കൊടുക്കുക, കാരണം ഓർബിറ്റൽ വെലോസിറ്റി ആണ്. അപ്പൊ എം വി ഒ സ്ക്വയർ ഡിവൈഡ് ബൈ എന്താ? അവിടുത്തെ റേഡിയസ് എന്തെന്ന് കൊടുക്കുകയാണ്? ആർ ഈസ് ഈക്വൽ ടു എഫ് ജി എന്താ? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്താ? ജി ക്യാപിറ്റൽ എം സ്മോൾ, അത് ഗ്രാവിറ്റി ആണ് വിളിക്കുന്നത്. ജി ക്യാപിറ്റൽ എം സ്മോൾ എം ഡിവൈഡ് ബൈ എന്താ? അവിടെ ആർ സ്ക്വയർ. കുഴപ്പമുണ്ടോ? ഈ ആറും ഈ ആർ സ്ക്വയറിന്റെ ഓരോന്ന് വെട്ടിപ്പോയി. ഇനി എന്താ? എമ്മും ഓരോ ചെറിയ എമ്മ് വെട്ടിപ്പോയി. ബാക്കി എന്താ? അതായത് വി ഒ സ്ക്വയർ ഈസ് ഈക്വൽ ടു എന്താ? ജി എം ഡിവൈഡ് ബൈ ആർ എന്നും അവിടുന്ന് വി ഒ ഈസ് ഈക്വൽ ടു എന്താ? സ്ക്വയർ റൂട്ട് ഓഫ് ജി എം ഡിവൈഡ് ബൈ എന്താ? ഇതാണ് ഓർബിറ്റൽ ഇക്വേഷൻ. ഇനി വേണമെങ്കിൽ ഇവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം, കാരണം നമ്മൾ ഗ്രാവിറ്റിയുടെ ഇക്വേഷൻ ജി എം ഡിവൈഡ് ബൈ ആർ സ്ക്വയർ എന്ന് പഠിച്ചിട്ടില്ലേ? അവിടുന്ന് ഇത് ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ജി ആർ സ്ക്വയർ ഈസ് ഈക്വൽ ടു എന്താണെന്ന് എഴുതാം? ജി എം ഡിവൈഡ് ബൈ ക്യാപിറ്റൽ ആർ സ്ക്വയർ എന്നാണ്. ജി ആർ സ്ക്വയർ ഈസ് ഈക്വൽ ടു എന്താണെന്ന് എഴുതാം? ജി എം. അപ്പൊ ഇവിടെ ഒരു ജി എം ഉണ്ടല്ലോ, ഈ ജി എമ്മിന് വരെ നമുക്ക് വേണമെങ്കിൽ എന്ത് കൊടുക്കാം? വി ഒ ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് എന്താ കൊടുക്കാം? ജി ആർ സ്ക്വയർ ഡിവൈഡ് ബൈ എന്ന് കൊടുക്കാം. ജി ആർ സ്ക്വയർ ഡിവൈഡ് ബൈ എന്ന് കൊടുക്കാം. തെറ്റാണോ?
വേണ്ട, അത് ചെറുതാക്കി എഴുതാൻ വേണ്ടി നമ്മൾ അങ്ങനെ കൊടുക്കുന്നു. ഇവിടെ ഇവിടെ ഒരു ചെറിയൊരു ഇത്, ഈ സാറ്റലൈറ്റ് ഒത്തിരി അടുത്താണെങ്കിൽ നമുക്ക് എച്ച് എന്ത് ചെയ്യാൻ പറ്റും, നെഗ്ലക്ട് ചെയ്ത് കളയാം. അങ്ങനെയാണെങ്കിൽ ആർ ഈസിക്വൽ ടു നമുക്ക് എന്താ എടുക്കാം, ക്യാപിറ്റൽ ആർ എന്ന് എടുക്കുന്നില്ല, സ്മോൾ ആർ ഈസിക്വൽ ടു ക്യാപിറ്റൽ ആർ. കാരണം എന്താ, സ്മോൾ ആർ ഈസിക്വൽ ടു ക്യാപിറ്റൽ ആർ പ്ലസ് എച്ച് എന്നാണ് എടുത്തത്. അപ്പൊ എച്ച് നെഗ്ലക്ട് ചെയ്യുകയാണെങ്കിൽ ബാക്കി എന്താ, ആർ ഈസിക്വൽ ടു എച്ച്. അപ്പൊ ഇത് എന്തായിട്ട് മാറും, ഇതെന്തായിട്ട് മാറും. ഇവിടെ നമുക്ക് എന്തെന്ന് കൊടുക്കാം, ഇവിടെ നമ്മൾ ഇങ്ങനെ കണ്ടുപിടിച്ചു. അപ്പൊ ഇവിടെ വേണം നമുക്ക് എന്തെന്ന് കൊടുക്കാം, ഇവിടെ ക്യാപിറ്റൽ ആർ എന്ന് കൊടുക്കാം. ശരിയല്ലേ? ഏതാ if എന്താ r ഈസിക്വൽ ടു r അങ്ങനെ കൊടുക്കുകയാണ്, h ഈസിക്വൽ ടു 0 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അപ്പൊ ഈ r സ്ക്വയർ വെട്ടിക്കളഞ്ഞാൽ VO ഈസിക്വൽ ടു എന്താ, സ്ക്വയർ റൂട്ട് ഓഫ് GR. ഇതാണ് ശരിക്കും ഓർമ്മിക്കുക. ഒന്നും അറിയത്തില്ലെങ്കിൽ ഇവിടെ വരെ എഴുതിയാൽ മതി, കുഴപ്പമില്ല. ഈ r എങ്ങനെയാണെന്ന് മാറ്റുന്നതെന്നൊക്കെയുള്ള കാര്യം ഒന്ന് മനസ്സിലാക്കിക്കോണം കേട്ടോ. ഇതിനകത്തുനിന്ന് പഠിക്കേണ്ട കെപ്ലർ ലോ പഠിക്കണം, അത് പറയാൻ വിട്ടുപോയി. കെപ്ലറിന്റെ 3 ലോ പഠിക്കണം. എന്താ, ലോ ഓഫ് ഓർബിറ്റ്, ലോ ഓഫ് ഏരിയ, ലോ ഓഫ് ഇത് പഠിക്കണം. അതിന്റെ സ്റ്റേറ്റ്മെന്റ് പഠിക്കണം. ഏതെങ്കിലും ഒരെണ്ണം ചെയ്യും കേട്ടോ, പഠിച്ചിട്ടേ പോവാം. എസ്കേപ്പ് വെലോസിറ്റി കൂടെ പറയട്ടെ, എസ്കേപ്പ് വെലോസിറ്റി കൂടെ പറയാം. എസ്കേപ്പ് വെലോസിറ്റി എന്താ, ലിമിറ്റ് കഴിഞ്ഞ് പോകും. അതായത് ഓർബിറ്റിന്റെ പുറത്തല്ല, എർത്തിന്റെ ഗ്രാവിറ്റേഷണൽ ഫീൽഡ് വിട്ട് പുറത്തു പോകണമെങ്കിൽ എർത്തിൽ നിന്ന് ആ ഒബ്ജക്റ്റിന് ഒരു പർട്ടിക്കുലർ വെലോസിറ്റി കൂടുതൽ എറിഞ്ഞാൽ മതി. അതിനെയാണ് എസ്കേപ്പ് വെലോസിറ്റി. എർത്തിലാണെങ്കിൽ 11.2, മൂണിലാണെങ്കിൽ അത് ഞാൻ കണ്ടിട്ടുള്ള മൂണിന്റെ എർത്തിന്റെ 2.4 km/s. പഠിച്ചു വെച്ചോ, ചിലപ്പോൾ ഒരു മാർക്കിന്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഓർബിറ്റൽ വെലോസിറ്റി നമുക്ക് കണ്ടുപിടിക്കാം. ഇവിടെ നോക്കിയോളൂ, ഓർബിറ്റൽ വെലോസിറ്റി എന്ന് പറയുമ്പോഴത്തേക്കും അല്ല സോറി, ഓർബിറ്റൽ അല്ല, എസ്കേപ്പ് വെലോസിറ്റി. അതിന്റെ ഡെറിവേഷൻ ഇവിടെ തുടങ്ങിയാൽ മതി. കൈനറ്റിക് എനർജി ഈക്വൽ ടു ഹാഫ് mv². ഓക്കെ, നമുക്ക് ഗ്രാവിറ്റേഷൻ പൊട്ടൻഷ്യൽ എനർജി നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, നെഗറ്റീവ് G ക്യാപിറ്റൽ M സ്മോൾ m ഡിവൈഡഡ് ബൈ R. ഓക്കെ, അറ്റ് ഇൻഫിനിറ്റി ടോട്ടൽ എനർജി എന്ന് പറയുന്നത് 0 ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ടോട്ടൽ എനർജി ഈസിക്കൽ എന്താ, കൈനറ്റിക് എനർജി പ്ലസ് എന്താ, പൊട്ടൻഷ്യൽ എനർജി അല്ലേ. അപ്പൊ 0 ഈസിക്കൽ എന്തെന്ന് വരും, ഹാഫ് m. ഇത് VE സ്ക്വയർ എന്ന് എടുക്കണം, കാരണം എസ്കേപ്പ് വെലോസിറ്റി ആണ്. പ്ലസ് എന്താ, ഇവിടെ നെഗറ്റീവ് G ക്യാപിറ്റൽ M സ്മോൾ m ഡിവൈഡ് ബൈ R. ഇത് ഗ്രാവിറ്റേഷൻ പൊട്ടൻഷ്യൽ എനർജി ആണ്. ഇതിനെ നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാം. അപ്പം G ക്യാപിറ്റൽ M സ്മോൾ m ഡിവൈഡ് ബൈ ക്യാപിറ്റൽ R ഈസ് ഈക്വൽ ടു ഹാഫ് mv². ഓക്കെ, അപ്പൊ അവിടെ നിന്ന് നമുക്ക് സ്മോൾ m കട്ട് ചെയ്ത് കളയാം. ഇനി അതേപോലെ തന്നെ ഈ V കണ്ടുപിടിക്കാൻ 2നെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഞാൻ എന്ത് വരും, 2 ക്യാപിറ്റൽ G ക്യാപിറ്റൽ M ഡിവൈഡ് ബൈ R ഈസ് ഈക്വൽ ടു എന്താ, അവിടെ നിന്ന് നമുക്ക് VE എങ്ങനെ കണ്ടുപിടിക്കാം, VE ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് എന്താ, 2gm ഡിവൈഡ് ബൈ എന്താ, R. ശരിയല്ലേ? GM-നെ നമ്മൾ നേരത്തെ വേറൊരു സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്തിട്ടുണ്ട്, G ക്യാപിറ്റൽ R സ്ക്വയർ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതിനെ നമുക്ക് VE ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് GM-ന് പകരം G ക്യാപിറ്റൽ R സ്ക്വയർ ഡിവൈഡ് ബൈ R അല്ല R. അങ്ങനെയാണെങ്കിൽ ഓരോ R കട്ട് ചെയ്ത് കഴിഞ്ഞാൽ എസ്കേപ്പ് വെലോസിറ്റി V ഈസ് ഈക്വൽ എന്താ, സ്ക്വയർ റൂട്ട് ഓഫ് 2gr. M ഒക്കെ പോയി, GM-ന് പകരം അല്ലേ GR സ്ക്വയർ കൊടുത്തത്. അപ്പൊ നമ്മള് വേവ് പഠിച്ചു, ഓസിലേഷൻ പഠിച്ചു, എന്താ ഗ്രാവിറ്റേഷൻ പഠിച്ചു. ഇന്നലെ ഫ്ലൂയിഡ് പഠിച്ചു, റൊട്ടേഷണൽ മെക്കാനിക്സ് പഠിച്ചു, ലോസ് ഓഫ് മോഷൻ അത് പഠിച്ചു. ഓക്കെ, ഇനിയും ബാക്കി നിങ്ങൾ ചെയ്യേണ്ട കാര്യം നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യുക. എന്താ, പ്രൊജക്റ്റൈൽ മോഷൻ ഇത് ഓർത്ത് വെച്ചോണം. നാളത്തേക്ക് പഠിക്കേണ്ട സാധനങ്ങളും കൂടെ വേണം എഴുതി കിട്ടും എക്സ്ട്രാ ആയിട്ട്. ഒന്ന് മറ്റേ വർക്ക് എനർജി തിയറം,